ഫാദർ തോമസ് പീലിയാനിക്കൽ, വാഗ്ദാനങ്ങളിൽ പ്രധാനമായിരുന്നു കർഷകരുടെ ക്ഷേമം. നെൽകർഷകർക്ക് വേണ്ടി അന്ന് നമ്മൾ സത്യപ്രതിജ്ഞാ ദിവസം അങ്ങ് കൂടി പങ്കെടുത്ത പരിപാടി ഉണ്ടായിരുന്നു. അങ്ങ് ഒട്ടേറെ കാര്യങ്ങൾ മുന്നോട്ട് വെച്ചു. ക്ഷേമ പദ്ധതികൾ, മുടങ്ങിക്കിടക്കുന്ന വിലസ്ഥിരത ഫണ്ടടക്കം നൽകേണ്ട കാര്യങ്ങൾ, ഇതിലൊക്കെ ഈ സർക്കാരിൽ നിന്നും എന്തെങ്കിലും നല്ല സൂചനകൾ ലഭിച്ചിട്ടുണ്ടോ? കാർഷിക മേഖലയ്ക്ക് പൊതുവെയും ഈ 100 ദിനത്തിൽ പരിമിതികൾ കൂടി ഉൾക്കൊള്ളണമെന്ന് പിണറായി ഈ ആകാശവാണിയിലൂടെ അദ്ദേഹം പറയുന്നുണ്ട്. പല പരിമിതികളും ഒക്കെ ഒട്ടേറെ കാര്യങ്ങൾ പലപ്പോഴായി എന്തായാലും പറയുന്നുണ്ടെങ്കിലും അതൊക്കെ അതിൻ്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി ഒരു ബഡ്ജറ്റ്, ഒരു പ്രതലം കൂടി സൃഷ്ടിച്ചിട്ടുണ്ട്. ഇനി അതിനുള്ള സമയം കൂടിയുണ്ട്. ഇതെല്ലാം ഉൾക്കൊള്ളുമ്പോൾ എങ്ങനെ വിലയിരുത്താൻ കഴിയും താങ്കൾക്ക്? ഈ കഴിഞ്ഞ 100 ദിവസത്തെ പ്രവർത്തനങ്ങളിൽ കാർഷിക മേഖലയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു വലിയ ഉണർവ് ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ശക്തനായ കൃഷി മന്ത്രി കേരളത്തിൻ്റെ പല കാർഷിക മേഖലയിലും അവിടുത്തെ പ്രശ്നങ്ങൾ ഈ 100 ദിവസത്തിനകം നേരിൽ പോയി കാണുകയും പഠിക്കുകയും പരിഹാരം നിർദ്ദേശിക്കുകയും തെറ്റായി ചെയ്തു പോന്നിട്ടുള്ള കാര്യങ്ങൾ തിരുത്താനും അന്വേഷണം നടത്താനുമുള്ള തീരുമാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ഇവിടെ കുട്ടനാട്ടിൽ തന്നെ 1-2 പ്രാവശ്യം വരികയുണ്ടായി. ഇവിടെ ഞാൻ വളരെ പ്രധാനമായിട്ട് കാണുന്നത് തരിശു നിലങ്ങൾക്ക് കൃഷിയോഗ്യമാക്കാൻ വേണ്ടിയുള്ള ഒരു വളരെ വലിയ ഊന്നൽ. 3 ലക്ഷം ഹെക്ടർ തരിശു നിലങ്ങൾ കൃഷിയോഗ്യമാക്കും. അത് വലിയ നിശ്ചയമാണ്, ഒരു വെല്ലുവിളിയുമാണ്. അത് എളുപ്പത്തിൽ നടപ്പിലാകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ അങ്ങനെ ഒരു ടാർഗറ്റിന് മുന്നിൽ വെച്ചുകൊണ്ട് അതിന് ജനങ്ങളെ ഒരുക്കുവാനും കർഷകരെ അതിനുവേണ്ടി തയ്യാറെടുപ്പിക്കുവാനും അതിനുവേണ്ടി വരുന്ന പണം കണ്ടെത്താനും ഒക്കെ ഉള്ള ഒരു ശ്രമം തീർച്ചയായിട്ടും ഒരു മുൻ സർക്കാരിൻ്റെ കാലത്ത് കാണാത്തൊരു കാര്യമാണ്. അതിന് ഒട്ടേറെ പ്രശ്നം. ഇപ്പോൾ തന്നെ ആറന്മുള വിമാനത്താവളത്തിൽ അത് കൃഷിയോഗ്യമാക്കാൻ പറ്റുമോ? ഇന്ന് രാവിലെ പത്രത്തിൽ നമ്മൾ നല്ലൊരു വാർത്ത വായിച്ചുകൊണ്ടാണ് ഉണർന്നത്. ആറന്മുള വിമാനത്താവളത്തിൻ്റെ ആ വിമാനത്താവള പദ്ധതി ഗവൺമെൻറ് ഉപേക്ഷിക്കുകയാണ്. അത് വ്യവസായ മേഖലയായിട്ട് പ്രഖ്യാപിച്ചത് പിൻവലിക്കുകയാണ്. അതിൻ്റെ അർത്ഥം അത് കാർഷിക മേഖലയായിട്ട് നിലനിർത്താൻ വേണ്ടിയുള്ള നീക്കങ്ങളാണ്. അവിടെ കൃഷി എങ്ങനെ കൊണ്ടുവരും? അതൊരു വലിയ വെല്ലുവിളിയാണ്. പക്ഷേ അതൊരു വലിയൊരു സൂചനയാണ്. മെത്രാങ്കായൽ തന്നെ നമുക്കറിയാം. മെത്രാങ്കായൽ ഒരു വലിയ വിഷയമാണ്. നമ്മൾ ഈ മാധ്യമത്തെ ഒത്തിരി ചർച്ച ചെയ്തതാണ്. പക്ഷേ മന്ത്രി അവിടെ പോവുകയും മെത്രാങ്കായൽ കൃഷിയൊക്കെമാക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും, എന്തൊക്കെയാണ് അതിൻ്റെ പ്രശ്നങ്ങൾ, ഇത് ഗൗരവമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ഇവിടെ തരിശു നിലങ്ങൾ ഇനി അങ്ങനെ കിടക്കാൻ പോകുന്നില്ല. അത് ശക്തമായി ഗവൺമെൻറ് ഇടപെടും. 3 ലക്ഷം ഹെക്ടർ എന്ന് പറഞ്ഞ് ചെറുതല്ല. പക്ഷേ അതിന് ചില പദ്ധതികൾ തയ്യാറാക്കേണ്ടതുണ്ട്. അത് ഞാൻ പലപ്പോഴും സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. ഒരു നെൽകൃഷി പുനരുജ്ജീവന മിഷൻ, ഒരു പുനരുജ്ജീവന ബോർഡ് രൂപീകരിച്ചിട്ട് കേന്ദ്ര ഗവൺമെൻറ്റിനെ കൊണ്ട് അതിൻ്റെ അകത്ത് പങ്കെടുപ്പിക്കണം. കാരണം 1 ഏക്കർ നിലം, തരിശു നിലം കൃഷിയോഗ്യമാക്കണമെന്ന രീതിയിൽ 12,000-5,000 രൂപ കൊണ്ടൊന്നും പോരാ. അതിന് ചിലപ്പോൾ അതിൻ്റെ എസ്റ്റിമേറ്റ് എടുക്കുമ്പോൾ അതിന് വേണ്ടി വരുന്ന തുക 30,000-50,000 ഒക്കെ ആയെന്ന് വരാം. അത്രയും രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ സംസ്ഥാനത്തിന് സാധ്യമല്ലാത്തതുകൊണ്ട് അത് കേന്ദ്ര ഗവൺമെൻറ്റിന് മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് കേരളത്തിലെ ഈ 3 ലക്ഷം ഹെക്ടർ എന്ന് പറയുന്നത് നമുക്ക് എളുപ്പത്തിൽ കൃഷിയോഗ്യമാക്കാം. അടുത്ത 5 വർഷം കൊണ്ട് ഈ ഗവൺമെൻറ് ചെയ്യാൻ സാധിച്ചാൽ മറ്റൊന്നും ചെയ്തില്ലെങ്കിൽ പോലും ഈ ഗവൺമെൻറ്റിൻ്റെ ആവുന്ന ഏറ്റവും വലിയൊരു നേട്ടമാണ്. ശ്രീ ജോർജ് കുര്യൻ, ഇവിടെ ഈ ഫാദർ സൂചിപ്പിച്ച എന്തായാലും അതിൻ്റെ കാർഷിക മേഖലയോട് സൂചനകൾ അദ്ദേഹം തന്നെ ഉന്നയിച്ച കാര്യമാണ്. അന്ന് സത്യപ്രതിജ്ഞയ്ക്ക് മുൻപ് ആശങ്ക പ്രകടിപ്പിച്ചതാണ്. അനൂപ് ജേക്കബ് മന്ത്രിയോട് പല തവണ പറഞ്ഞു. പക്ഷേ അതൊക്കെ അതോട് സ്വീകരിച്ച നിലപാടുകളൊക്കെ അദ്ദേഹം തുറന്നു പറയുകയുണ്ടായി. ഈ 100 ദിനങ്ങൾ വിലയിരുത്തുമ്പോൾ ഒരു വർഷം കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ 2014 അല്ലെങ്കിൽ 16 വരെയുള്ള നരേന്ദ്രമോദിയുടെ കാലയളവും ഒക്കെ താരതമ്യം ചെയ്യേണ്ട സമയം കൂടിയൊക്കെയാണ് എന്തായാലും. അങ്ങനെ നമ്മൾ വെറും ഒരു രാഷ്ട്രീയമായിട്ടുള്ള അല്ലെങ്കിൽ പ്രസ്താവനകൾ മാത്രം നടത്തി പോകുന്നതിന് പകരം വസ്തുനിഷ്ഠമായ നല്ല കാര്യങ്ങളെ ഉൾക്കൊണ്ട് അതിലെ കോട്ടങ്ങളെ കൂടിയല്ലേ രജിസ്റ്റർ ചെയ്യേണ്ടത്? ശ്രീ തോമസ് ഐസക് ഇവിടെ സംസാരിച്ച അവസരത്തിൽ അതാണ് ഞാൻ പറഞ്ഞത്. ആ രീതിയിൽ ആ രംഗത്തുള്ളവർ വന്നു കഴിഞ്ഞാൽ ആ ചർച്ച ആ രീതിയിൽ പോകും. അപ്പോൾ ശ്രീ തോമസ് ഐസക് പറഞ്ഞ അവസരത്തിൽ തീർച്ചയായിട്ടും പറയേണ്ട ഒരു കാര്യം, അതായത് ഈ സർക്കാർ അധികാരത്തിൽ വന്ന ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ശ്രീ പിണറായി വിജയൻ ഡൽഹിയിൽ പോവുകയും പ്രധാനമന്ത്രിയെ കണ്ടതിന് ശേഷമുള്ള പത്രസമ്മേളനം എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തെ സർക്കാരിൻ്റെ നീക്കങ്ങളെ പിന്തുണയ്ക്കുകയും GST നടപ്പിലാക്കുന്നതിന് എന്താണ് കുഴപ്പം, അദ്ദേഹത്തിൻ്റെ ഒരു ചോദ്യമാണ്. തീർച്ചയായിട്ടും പിണറായി വിജയൻ മാത്രമല്ല, കോൺഗ്രസ് പാർട്ടി എല്ലാവരും കൂടി GST പാസ്സാക്കി. അത് BJPയുടെ മാത്രം നേട്ടമായിട്ടൊന്നും ഞാൻ പറയുന്നില്ല. മുഴുവൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, അതായത് പാർലമെൻറ്റിൽ മുഴുവൻ പങ്കെടുത്തവർ മുഴുവൻ വോട്ട് ചെയ്തു ലോക്സഭയിൽ. അതിൻ്റെ അകത്തൊരു പ്രധാന കാര്യം ഇത് ചർച്ച ചെയ്യുന്ന അവസരത്തിൽ
ഈ GST നടപ്പിലാക്കുന്ന അവസരത്തിൽ 3000 കോടി രൂപ കേരളത്തിന് കിട്ടും. GST നടപ്പിലാക്കുന്ന അവസരത്തിൽ ഒരു ലിബറൽ ഒരു ഫെഡറൽ സംവിധാനം, അതായത് നേരത്തെ പി ചിദംബരത്തിൻ്റെ ബില്ലിലുണ്ടായിരുന്നത് സമവായത്തിലൂടെ ആയിരിക്കും നടപ്പിലാക്കുക എന്നാണ്. അരുൺ ജെയ്റ്റ്ലി വന്നിട്ട് NDA സർക്കാർ വന്നിട്ട് 3-ൽ 2 സംസ്ഥാനങ്ങൾക്ക് വോട്ട്, 3-ൽ 1 കേന്ദ്രത്തിന് വോട്ടുള്ളൂ. 4-ൽ 3 വോട്ട് വേണം അത് പാസ്സാക്കണമെങ്കിൽ, അതായത് ഒരു നയം നടപ്പിലാക്കണമെങ്കിൽ. ഇവിടെ ശ്രീ തോമസ് ഐസക് ചെയ്ത ഒരു കാര്യം, അത് ജനാധിപത്യത്തിലെ ഒരു സമസ്യയാണ്. അതെന്താണ് അതിൻ്റെ ഫലം എന്നെനിക്കറിയില്ല. അദ്ദേഹം ഈ നികുതി 18 പോരാ 24, 25 വേണം എന്ന് അദ്ദേഹം പറഞ്ഞു. ഇതിൻ്റെ ഒരു ലക്ഷണം എന്ന് പറയുന്നത്, നാളെ നികുതിയുടെ കാര്യത്തിൽ ഈ ഇന്ത്യയിൽ സംസ്ഥാനങ്ങളായിരിക്കും തീരുമാനിക്കാൻ പോകുന്നത്. വേറെ ഒന്നും കൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ പാർട്ടികൾക്ക് അതിന് വലിയ സ്ഥാനമുണ്ടാവില്ല. കാരണം കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ പാർട്ടി ആവശ്യപ്പെട്ടത് 18% കൂടരുതെന്നാണ്. പക്ഷേ ചിദംബരം അവസാനം പറഞ്ഞത് ഞങ്ങളുടെ മുഖ്യമന്ത്രി, ഞങ്ങളുടെ സംസ്ഥാനങ്ങളിൽ ഒരാൾ ഒഴിച്ചുള്ളവരെല്ലാം 20 കൂടുതൽ വേണമെന്നാണ്. കേരളത്തിൻ്റെ ധനകാര്യ വകുപ്പ് മന്ത്രി 24% ചോദിച്ചിരിക്കുകയാണ്. കേരളത്തിൽ 5000 കോടി രൂപ കൂടുതൽ കിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും അത് ഇതിൻ്റെ അകത്ത് ഈ ഫെഡറൽ സംവിധാനത്തിൽ ഗവൺമെൻറ് ആണോ ജനങ്ങളാണോ ഫെഡറൽ എന്നുള്ളത് ചർച്ച വേറെ ഇരിക്കട്ടെ. അപ്പോൾ അങ്ങനെ വിഭവ സമാഹരണത്തിന് വേണ്ടി കേരളത്തിലെ മന്ത്രി, അതായത് സീതാറാം യെച്ചൂരി പറഞ്ഞതിന് നേരെ വിരുദ്ധമാണ്. പക്ഷേ ആ ഒരു ഫെഡറൽ കാഴ്ചപ്പാടിൽ ഇവിടുത്തെ നമ്മുടെ വിഭവ സമാഹരണത്തിന് വേണ്ടി ശ്രീ തോമസ് ഐസക് ഒരു പദ്ധതി ഗുണപരമായ മാറ്റം എന്തായാലും അത് നടപ്പാകുമ്പോൾ കേരളത്തിൽ തീർച്ചയായിട്ടും സാമ്പത്തികമായിട്ടുള്ള ഗുണം കിട്ടും. മുമ്പേ പറഞ്ഞ മോഡി സർക്കാരിനെ പറ്റി പറഞ്ഞതിൻ്റെ മറുപടി ഇപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് വിശദീകരിക്കണ്ടല്ലോ. പിന്നെ എൻ്റെ ജ്യേഷ്ഠ സഹോദരനാണ്, എൻ്റെ അയൽവാസിയാണ് ശ്രീ ഉഴവൂർ വിജയൻ. ഞാൻ ചെറുപ്പം തൊട്ട് കാണുന്നതാണ്, 15 വയസ്സ് തൊട്ട് കാണുന്ന, ഞാൻ ബഹുമാനിക്കുന്ന ആളാണ്. അദ്ദേഹം പറഞ്ഞപ്പോഴൊരു ലഡു പൊട്ടി, അത് തച്ചങ്കരി ലഡു തന്നെയായിരുന്നു. ഞാൻ വിശദീകരിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെയും ആ അസംതൃപ്തി അവിടെ വെളിവാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഏതാണ്ടൊരു രൂപം ചർച്ചയിൽ പ്രേക്ഷകർക്ക് മനസ്സിലാകും. എന്തായാലും താങ്കൾ സൂചിപ്പിച്ചാൽ GST ഒക്കെ വരുമ്പോഴുണ്ടാകുന്ന വളരെ ഗുണകരമായ അല്ലെങ്കിൽ കോടിക്കണക്കിന് രൂപയുടെ സംസ്ഥാന ഖജനാവിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഈ ക്ഷേമ പെൻഷന് വേണ്ടി ഈ സർക്കാർ ഉപയോഗിക്കും എന്ന പ്രതീക്ഷ കൂടി താങ്കൾ പങ്കുവയ്ക്കുകയാണ്. അല്ല, അതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞല്ലോ വിഭവ സമാഹരണം, അത് പിന്നെ അവരാണ് പറയേണ്ടത്, സർക്കാരിൻ്റെ ഭാഗത്തുള്ളവരാണ് പറയേണ്ടത്. പിന്നെ വിലക്കയറ്റത്തിൻ്റെ കാര്യത്തിൽ ആ ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഈ കാലാവസ്ഥ മാറിയ അവസ്ഥ ഈ സർക്കാരിന് പറ്റിയ ഒരു അബദ്ധം, അതായത് മഴയും വെയിലുമായിട്ടുള്ള ഇതിൽ ഈ ഉൽപ്പാദനം കുറഞ്ഞു. അത് ഈ ശ്രീ ശരത്ചന്ദ്ര പ്രസാദിനൊക്കെ അറിയാം. ഒരു 2 മാസം മുമ്പ് തൊട്ട് അതിൻ്റെ പ്രക്രിയ തുടങ്ങും. അത് താമസിച്ചുപോയി. കാരണം ഇപ്പോൾ ഭയങ്കര വിലയാണ്. അല്ല, ഇനിയിപ്പം ഓണാകുമ്പോൾ സാധാരണ ഇനി വില കുറയേണ്ടതാണ്, പിടിച്ചു നിർത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ആ ഒരു മുൻകരുതലിൻ്റെ കാര്യത്തിൽ സർക്കാർ പരാജയപ്പെട്ടിരിക്കുക. കാരണം മാർക്കറ്റിൽ പോകുന്ന പ്രേക്ഷകർക്ക് മനസ്സിലാകും അത് കാലാവസ്ഥ കൊണ്ടാണ്. ഇത് കേന്ദ്രത്തിലും കേരളത്തിലും ഒക്കെ ഉണ്ടാകും. പക്ഷേ അത് മുൻകരുതൽ ഓണത്തിൻ്റെ കാര്യത്തിൽ വേണ്ടതായിരുന്നു, അതുണ്ടായിട്ടില്ല. ഇനി എത്രമാത്രം ഉണ്ടാകും നമുക്ക് ഓണത്തിനോട് അടുത്ത ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ പറ്റും. അല്ല, അത് ആസ്ഥാനത്താണ്. കാരണം എന്താണെന്നറിയാമോ, ജനകീയമായൊരു കാർഷിക സംസ്കാരം വളർന്നു വരുന്നുണ്ട്. ഫാദർ പീനാലിക്കൽ അത് വിശദീകരിക്കുകയുണ്ടായി. ഞങ്ങൾ അതിനാണ് മുൻകൈ എടുക്കുന്നത്. ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ ജനങ്ങളോടുള്ള അദ്ദേഹത്തിൻ്റെ സംഭാഷണത്തിൽ റേഡിയോയിൽ അദ്ദേഹം പറഞ്ഞതിൽ പ്രധാനപ്പെട്ട ഒരു ഘടകം അതാണ്. ഞങ്ങൾ കൂടുതൽ ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നുള്ള ശ്രമമാണ് കൃഷി വ്യാപിപ്പിക്കാൻ വേണ്ടി, പച്ചക്കറി തോട്ടങ്ങൾ സ്വന്തമായിട്ട് ആരംഭിക്കാൻ. അങ്ങനെ ഒരു സ്ട്രാറ്റജിയാണ് ഞങ്ങൾ എടുക്കുന്നത്. ഒരു കാരണവശാലും അത്തരത്തിൽ ലഭ്യതയുടെ ഒരു കുറവ്, ദൗർലഭ്യം വരാൻ പോകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മറ്റത് GSTയിലൂടെ നമുക്ക് വരാൻ പോകുന്ന ഒരു അധിക വരുമാനത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു. സർക്കാരിൻ്റെ മുമ്പിൽ GST വലിയൊരു അച്ചീവ്മെൻ്റ് തന്നെയാണ് നമ്മളെ സാമ്പത്തിക നിലയെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ അതേസമയം വിദേശ വരുമാനത്തിന് വല്ല കുറവ് വരെയാണ്, പ്രവാസികൾ കൂട്ടത്തോടെ മടങ്ങി വരികയാണ്. സർക്കാരിൻ്റെ മുമ്പിൽ കഴിഞ്ഞ LDF സർക്കാർ കടന്നു വരുമ്പോൾ ഞങ്ങളുടെ മുമ്പിൽ വന്ന ഏറ്റവും വലിയ ക്രൈസിസ്, ചരിത്രത്തിലെ ഏറ്റവും അധികം സർക്കാർ പെൻഷൻ പറ്റി പോകുന്ന, സർക്കാർ ജീവനക്കാർ പെൻഷൻ പറ്റി പോകുന്ന കാലയളവായിരുന്നു അത് VS ഗവൺമെൻറ് കാലത്ത്. പക്ഷേ ഞങ്ങളതിനെ ഭംഗിയായി മറികടന്നു. ആ സമയത്ത് തന്നെയാണ് ഗ്ലോബൽ ഫിനാൻഷ്യൽ ക്രൈസിസും വന്നത്. ഫിനാൻഷ്യൽ ക്രൈസിസിനും ഈ പെൻഷൻ പറ്റി ജീവനക്കാർ ഒരുമിച്ച് കടന്നു പോകുമ്പോഴുണ്ടായ ഈ ക്രൈസിസിനെ മറികടന്നു. ഇപ്പോഴിതാ GSTയുടെ ആനുകൂല്യം കിട്ടുമ്പോൾ തന്നെ 2 പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, നിലവിൽ നമ്മുടെ ഖജനാവ് വളരെ ശുഷ്കമാണ്. 2, അതേസമയം തന്നെ ഇപ്പോൾ വലിയൊരു പ്രശ്നം വന്നിരിക്കുന്നത് വിദേശ മലയാളികളുടെ തിരിച്ചുവരവ്. ഈ ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് വലിയൊരു പ്രതിസന്ധിയാണത്. അതിനെ വളരെ സമർത്ഥമായി മറികടക്കാനുള്ള ശ്രമങ്ങളാണ് ഇടതുപക്ഷ ജനാധിപത്യം. അതിലൂടെയുള്ള വരുമാനം എങ്ങനെ അതിനെ നമുക്ക് നികത്താനാകും? ഒരു കാര്യം ഉറപ്പാണ്, നികുതി വരുമാനത്തിൽ വന്ന ചോർച്ചയായിരുന്നു കഴിഞ്ഞ UDF ഗവൺമെൻറ് കേരളത്തിലുണ്ടാക്കിയ ഏറ്റവും വലിയ വിപത്ത്.
നികുതി പക്ഷേ വരുമാനം ഈ നികുതി വരുമാനത്തിലെ ചോർച്ച പറയുമ്പോഴും ഈ കൊട്ടിഘോഷിച്ച് പെട്ടെന്ന് ഇതാ വന്നു എല്ലാ വാളയാർ പോലെ അല്ലെങ്കിൽ അഴിമതി മുക്ത വാളയാർ അത് വീണ്ടും പെട്ടെന്ന് സ്ഥാപിക്കും. ഈ 100 ദിവസം ഇതൊന്നും കാര്യക്ഷമമായി മുന്നോട്ട് അല്ലെങ്കിൽ അതിലേക്കുള്ള വലിയ ഒരു ആർജവത്തോടുള്ള ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ? തികച്ചും തെറ്റാണ് പ്രജീഷേ. ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം ചെക്ക് പോസ്റ്റുകളിലിരിക്കുന്ന ഓഫീസർമാർ 1 രൂപ പോലും അവിടെ നിന്ന് ചോർന്നു പോകാതിരിക്കും വിധം ട്രാക്ക് റെക്കോർഡ് വളരെ കൃത്യമായി പരിശോധിച്ച് വളരെ കൃത്യമായി സോഷ്യൽ ഓഡിറ്റിംഗ് ഇപ്പോൾ തന്നെ പ്രഖ്യാപിച്ച് തുടങ്ങിക്കഴിഞ്ഞു. എല്ലാ ചെക്ക് പോസ്റ്റുകളും നികുതി ചോർച്ച പരമാവധി കുറയ്ക്കുന്നുണ്ട്. അതായത് കഴിഞ്ഞ തോമസ് ഐസക്കിൻ്റെ കാലവുമായി താരതമ്യം ചെയ്യുമ്പോഴാണ് നിങ്ങൾ ഈ പറയുന്നത്. അന്ന് ഞങ്ങൾ പുതുതായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്തതാണ്, അതിന് കിട്ടിയൊരു വാർത്താ പ്രാധാന്യമാണ് നിങ്ങൾ പറഞ്ഞത്. പക്ഷേ ഇപ്പോഴങ്ങനെയല്ല. നികുതി വരുമാനം പരമാവധി സ്വമേധയാ തന്നെ നികുതി അടയ്ക്കാൻ കഴിയും വിധം അവരെ പ്രോത്സാഹിപ്പിക്കുന്ന സ്കീമുകൾ കൊടുക്കുക, അവരുമായിട്ട് അത് സംബന്ധിച്ച് ബാർഗൻ ചെയ്യുക, ടാർഗറ്റ് കൊടുക്കുകയാണ്. ഇപ്പോൾ തോമസ് ഐസക്കിന് പല ഘട്ടങ്ങളിൽ സ്വീകരിച്ചു. ആദ്യ നല്ല പ്രവണതയാണ്. ഇപ്പോൾ നികുതി വരുമാനത്തിൽ ഈ ഗവൺമെൻറ് വന്ന 100 ദിനത്തിനിടയിൽ സർക്കാർ ഖജനാവിലേക്ക് അധിക വരുമാനം വരും വിധം, നികുതി വരുമാനം കൃത്യമായി വരും വിധമുള്ള നല്ല ട്രെൻഡാണ് കണ്ടുവരുന്നത്. അതിൽ ഓരോ ജില്ലയ്ക്കും കൊടുത്ത കോട്ടകൾ വളരെ സമർത്ഥമായി ഉദ്യോഗസ്ഥർ പിരിച്ചു കൊണ്ടുവരുന്നതിനെ സംബന്ധിച്ച്, ചെക്ക് പോസ്റ്റുകളിൽ നിന്നുള്ള വരുമാനം കൃത്യമായി വരുന്നതിനെ സംബന്ധിച്ചെല്ലാം തന്നെ വളരെ കൃത്യമായി വിവിധ സന്ദർഭങ്ങളിലായി ശ്രീ തോമസ് ഐസക് വിശദീകരിച്ചിട്ടുണ്ട്. യെസ്, ഞാൻ മടങ്ങിയെത്താം. ജോർജ് കുര്യൻ താങ്കളിലേക്ക് എത്താം. ശ്രീ സജീവൻ ഇവിടെ അഴിമതിയുടെ കാര്യത്തിൽ അഴിമതിയായിരുന്നല്ലോ ഊന്നിപ്പറഞ്ഞ കാര്യം, അഴിമതിയും മതനിരപേക്ഷതയ്ക്കെതിരായിട്ടുള്ള വെല്ലുവിളികൾ, ഈ രണ്ടുമാണ് ഇന്നിപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം. ഒന്ന് മതേതര കാഴ്ചപ്പാട് സംബന്ധിച്ച് അതിനെയൊക്കെ BJP ഒക്കെ ജോർജ് കുര്യനൊക്കെ മറ്റ് വിമർശനങ്ങളൊക്കെ ഉന്നയിക്കാനുണ്ടാകും. അഴിമതിയുടെ കാര്യം മറ്റൊന്ന്. അവിടെ അഴിമതി മുക്തമായിട്ടുള്ള ഒരു സിവിൽ സെക്രട്ടേറിയറ്റ്, അതിൻ്റെ നടത്തിപ്പുകാരെ ആദ്യം അഴിമതി മുക്തമാക്കുക, ഇതിലൊക്കെ എടുത്ത ഇച്ഛാശക്തിയെ ശ്ലാഘിക്കേണ്ട നിമിഷമാണോ ഉള്ളത്? തീർച്ചയായിട്ടും. നമുക്കറിയാമല്ലോ, കഴിഞ്ഞ സർക്കാർ നേരിട്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അഴിമതിയായിരുന്നു. അത് ആ സർക്കാരിൻ്റെ 5 വർഷക്കാലവും തുടർച്ചയായിട്ട് ഭരണത്തിൽ നിന്ന് പുറത്തിറങ്ങുന്നതിന് ആ സമയത്ത് പോലും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ രംഗത്തേക്ക് പോകുമ്പോൾ പോലും ധാരാളം അഴിമതി സംഭവങ്ങളാണ്. ഒരു ദിവസം തന്നെ എടുക്കുന്ന തീരുമാനങ്ങളിൽ അഴിമതിയുടെ ഒരു വലിയ ഘോഷയാത്രയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ ഇന്നലെ നമ്മുടെ മുൻ ധനകാര്യ വകുപ്പ് മന്ത്രി KM മാണിക്കെതിരെയുള്ള ഈ FIR, അതിൽ പറയുന്ന 64 കോടിയുടെ സർക്കാരിന് നഷ്ടമുണ്ടാക്കിയ സംഭവം. മാണിക്ക് 50 ലക്ഷം കിട്ടിയതായിട്ടാണല്ലോ പറയുന്നത്. മാണിക്ക് 50 കിട്ടിയത് നടത്തിയ അഴിമതി ഉണ്ടാവുമ്പോൾ സർക്കാരിന് വരുന്ന 64 കോടിയുടെ നഷ്ടമാണ്. അപ്പോൾ ഇത്തരത്തിൽ അഴിമതി ഒരു വളരെ വലിയ ഒരു ഘോഷയാത്രയായിട്ട് മാറുമ്പോൾ, ഇപ്പോൾ സോളാർ പ്രശ്നം ഉണ്ടാകുമ്പോഴും നമ്മൾ പലപ്പോഴും അതിനെ സരിതയുമായി ബന്ധപ്പെട്ട ഒരു ഇക്കിളിപ്പെടുത്തുന്ന സംഭവങ്ങളിലേക്ക് പല ആളുകൾ മാറ്റാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതിലുള്ള അഴിമതി ഉണ്ടല്ലോ. സർക്കാർ ഖജനാവ് കൊള്ളയടിക്കുക, നമ്മുടെ ഇവിടെയുള്ള ഈ ഖനനത്തിന് പറ്റാത്ത സ്ഥലങ്ങൾ പോലും കുഴിച്ചെടുക്കുന്ന രീതിയിലേക്ക് പോവുക, ഇങ്ങനെ വളരെ രൂക്ഷമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നു. ഈ സോളാറിന്റെ പേരിൽ അതാണ് ആ ചോദ്യം ശരത്ചന്ദ്ര പ്രസാദിലേക്ക് വരുവാണ്. ശ്രീ ശരത്ചന്ദ്ര പ്രസാദ്, നോക്കുക, ഇപ്പോൾ ഈ ചർച്ചയിൽ പോലും കാണാം ബ്രേക്കിംഗ് ആയി പോകുന്നു. റെയ്ഡ്, വിജിലൻസ് പരിശോധന, റെയ്ഡ് എവിടെ? മലബാർ സിമന്റ്സുമായി ബന്ധപ്പെട്ട്. ഇങ്ങനെയൊക്കെ ദിനംപ്രതിയുള്ള വിജിലൻസിന്റെ കാര്യക്ഷമത, കഴിഞ്ഞ ദിവസം KM മാണി നേരത്തെ സൂചിപ്പിച്ച രാഷ്ട്രീയമായി ഞെട്ടൽ, നേരത്തെ ഇവിടെ പറഞ്ഞ ചർച്ചയിൽ പറഞ്ഞ ഏതൊരു അതിഥി സൂചിപ്പിച്ചതുപോലെ KM മാണിയുമായി കൈകോർക്കുമോ, രാഷ്ട്രീയ സാഹചര്യങ്ങൾ അങ്ങനെ മാറുമോ ഇടതുപക്ഷവുമായി, അവിടെയൊക്കെ തന്നെ വിജിലൻസ് മറ്റൊരു തലത്തിലേക്ക് കേസുകൾ കൊണ്ടുപോകും. ഇതൊന്നുമില്ലാതെ വിജിലൻസിനെ വളരെ കാര്യക്ഷമമായി കൂട്ടിലടച്ച കൂട്ടിൽ നിന്ന് തുറന്നു വിടുകയാണ് തത്തെ. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ജനങ്ങൾ അംഗീകരിക്കില്ലേ? അഴിമതി എന്ന ആ ഒരു പ്രകടന പത്രികയിൽ ഊന്നിപ്പറഞ്ഞ കാര്യത്തോട് ഇവർ നീതി പുലർത്തിയില്ലേ? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 100 ദിവസം കൊണ്ട് ഒരു ഗവൺമെൻറ്റിനെ വിലയിരുത്താൻ കഴിയില്ലെന്ന് ഗവൺമെൻറ്റിന് വേണ്ടി സംസാരിക്കുന്ന ആളുകളും ഇവിടെ പറയുകയാണ്. അപ്പം 100 ദിവസം കൊണ്ട് ഒരു ഗവൺമെൻറ്റിന് വലിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയില്ല. ചില കാര്യങ്ങൾ പ്രഖ്യാപനങ്ങൾ നടത്താനേ കഴിയൂ. പ്രഖ്യാപനങ്ങളിൽ എവിടെ അഴിമതി നടക്കുന്നത്? അപ്പം 100 ദിവസം കൊണ്ട്, അത് ശ്രീ സജീവൻ തന്നെ പറഞ്ഞു, 100 ദിവസം കൊണ്ട് ഇത്തരം കാര്യങ്ങൾ വിലയിരുത്താൻ കഴിയില്ല. സജീവൻ തന്നെ പറഞ്ഞത് വിജിലൻസിനെ കൂട്ടിലടച്ച തത്തയല്ല, അത് കാട്ടിലേക്ക് തുറന്നു വിടുന്നു ഒക്കെ പറഞ്ഞു. ഒപ്പം അദ്ദേഹം പറഞ്ഞു ഋഷിരാജ് സിംഗിനെ അദ്ദേഹം സ്വതന്ത്രമായി, ഋഷിരാജ് സിംഗിൻ്റെ കഴിഞ്ഞ ആഴ്ചത്തെ ഒരു പത്രസമ്മേളനമുണ്ട്. അദ്ദേഹം പറഞ്ഞത് സർക്കാർ ഉദ്യോഗസ്ഥന്മാർ സർക്കാരിൻ്റെ നയപരിപാടികൾ നടപ്പിലാക്കാനുള്ള ബാധ്യത സർക്കാർ ഉദ്യോഗസ്ഥനുണ്ട്. എൻ്റെയും ജോലി സർക്കാർ പറയുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ജോലി എന്ന്
ഋഷിരാജ് സിംഗ് പറഞ്ഞു കഴിഞ്ഞു. അതായിരുന്നു ശ്രീ ശരത്ചന്ദ്ര പ്രസാദ്. ഒന്ന് ഓർക്കണം, ഒരു ത്വരിത പരിശോധനയ്ക്ക് പോലും ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾ. കാരണം ഇന്നലെ കോഴി ഇടപാടുമായി ബന്ധപ്പെട്ട് കെ എം മാണി നികുതിയുമായി ബന്ധപ്പെട്ട ഈ വിഷയമൊക്കെ നിങ്ങളുടെ ഭരണ സമയത്ത് നിങ്ങളുടെ മുന്നണിയിലെ ഏറ്റവും മുതിർന്ന തലമുതിർന്ന നേതാവ് ശ്രീ ആർ ബാലകൃഷ്ണപിള്ള രേഖാമൂലം എഴുതി കൊടുത്തിട്ട് കൂടി വിജിലൻസിന്റെ ആത്യന്തിക നിലപാട് പോലും മറന്ന് ചെയ്യാത്ത കാര്യങ്ങൾ ഇന്നിപ്പോൾ ചെയ്യണമെങ്കിൽ ഇതിനൊക്കെ എന്തായാലും അംഗീകാരം കൊടുക്കണമോ ഇല്ലയോ? ആർ ബാലകൃഷ്ണപിള്ളയ്ക്കോടുള്ള എല്ലാ ബഹുമാനം വെച്ചോണ്ട് ഞാൻ പറയുന്നു, അദ്ദേഹം ഇതൊക്കെ ഉന്നയിച്ചത്, ഇതൊക്കെ വെളിയിൽ പറഞ്ഞത് സഖാവ് ആർ ബാലകൃഷ്ണപിള്ള ആയതിനു ശേഷമാണ് അദ്ദേഹം ഇതൊക്കെ പറയുന്നത്. അതിനു മുമ്പ് അദ്ദേഹം പറഞ്ഞില്ല. അത് എഴുതി കൊടുത്തു, നേരത്തെ ഞാൻ പിന്നീടാണ് പറഞ്ഞത്. പിന്നെ ഇപ്പോൾ കെ എം മാണി സാറിൻ്റെ പേരിൽ മാണി സാറിനെ ഇങ്ങനെ LDF എടുക്കൂലയോ BJP എടുക്കൂലയോ ആ ചർച്ച നടക്കുന്നത്, ഇത് ഞാനിപ്പോഴും സംശയിക്കുന്നു ബെടക്കാക്കി തനിക്കാക്കാനുള്ള ഒരു പ്രയോഗമാണോ മാണി സാറിട്ട് പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്കിപ്പോഴും സംശയമുണ്ട്. ഇത് കാര്യങ്ങൾ അവസാന ഗതിയിൽ എത്തുമ്പോൾ മാത്രമേ ഇപ്പോൾ നടക്കുന്ന ത്വരിത പരിശോധനയും കോഴി കേസും ഒക്കെ, കാര്യം ഇന്നലെ മാണി സാറ് പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. അതിലൊന്നും വസ്തുതയില്ലെന്നാണോ ഇപ്പോൾ നിങ്ങൾക്ക് കെ എം മാണിയെ ന്യായീകരിക്കേണ്ട യാതൊരു ബാധ്യതയുമില്ല. പക്ഷേ എന്നാണ് നിങ്ങളുടെ നേതാക്കന്മാർ പറയുന്നത്. ന്യായീകരിക്കോ തള്ളിപ്പറയോ നമ്മൾ ചെയ്യല്ല. ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ പത്രം വായിച്ചിട്ട് ആളുകൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇവിടെ ഇപ്പൊ ഇത് പറഞ്ഞു വന്നപ്പോ എന്തായാലും ശ്രീ ജോർജ് കുര്യൻ തള്ളാൻ അല്ലെങ്കിൽ അവർ കൊള്ളാൻ ഉദ്ദേശിക്കുന്നത് ഈ ഘട്ടത്തിൽ കഴിഞ്ഞ ചർച്ചയിൽ അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും മാണി ഈ അവസ്ഥയിൽ ഈ ജോർജ് കുര്യൻ തന്നെ ഈ ചർച്ചയിൽ എന്തായാലും പറഞ്ഞ കാര്യമാണ്. ഞാൻ പറഞ്ഞാലും ജോർജ് കുര്യൻ പറഞ്ഞാലും റഹീം പറഞ്ഞാലും ഇപ്പൊ ഇത് വസ്തുതകൾ ആര് പറയുന്നതും അന്തിമ വാക്യങ്ങളല്ല. ഈ കാര്യങ്ങൾ നമുക്ക് കാത്തിരുന്ന് കാണേണ്ട കാര്യങ്ങളാണ്. മറ്റൊന്ന് ഞാൻ റഹീം പറഞ്ഞു വന്നത്, റഹീം നമ്മളിപ്പോ സഖാവ് പിണറായി വിജയന്റെ നമ്മുടെ മുഖ്യമന്ത്രിയുടെ അഴിമതി എന്നൊരു ഫാക്ടർ പരിശോധിക്കുകയാണ്. അഴിമതി എന്ന ഒറ്റ ഫാക്ടർ, അതിനോട് അവർ നീതി പുലർത്തിയോ ഇല്ലയോ? അതാണ് ഞാൻ പറഞ്ഞത്. മുഖ്യമന്ത്രി 4 മിനിറ്റത്തെ അദ്ദേഹത്തിന്റെ റേഡിയോ പ്രഭാഷണം ഞങ്ങളെ കേൾപ്പിച്ചല്ലോ. അപ്പൊ അതും കൂടി ഞാൻ പറയണമല്ലോ. 4 മിനിറ്റത്തെ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊന്നും അല്ല റഹീം ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളും റഹീം പറഞ്ഞാണ്ടിങ്ങനെ ഓരത്തുകൂടി പോകുന്നതേ ഉള്ളൂ. റഹീം വേറെ ചില കാര്യങ്ങളും പറയുന്നുണ്ട്. അത് പറയുന്ന കാര്യങ്ങൾ നല്ലതാണെങ്കിൽ നടപ്പിലാകട്ടെ. കേരളത്തിലെ ജനങ്ങളോടൊപ്പം ഞങ്ങൾ സന്തോഷിക്കും. നല്ല കാര്യങ്ങൾ നടക്കുന്നതിന് ഞങ്ങൾക്ക് സന്തോഷമാണ്. പക്ഷേ പറച്ചിൽ ഒരു വശത്തൂടെയും പ്രവൃത്തി വേറൊരു വശത്തൂടെയും പോകരുത്. പോലീസിൻ്റെ ഇപ്പം അഴിമതിയുടെ കാര്യം പറഞ്ഞു. അഴിമതി ഞങ്ങൾ നിർത്തലാക്കി. സർക്കാർ ജീവനക്കാരിൽ അഴിമതി ഞങ്ങൾക്ക് തടയാൻ കഴിഞ്ഞു. 1 മാസം കൊണ്ട് സർക്കാർ ജീവനക്കാരെ വിന്യസിച്ച് തീർന്നിട്ടില്ല. വന്നുടനെ ട്രാൻസ്ഫർ ചെയ്തടക്കം പുതിയ പോസ്റ്റുകളിലേക്ക് IAS-കാരാണെങ്കിലും IPS-കാരാണെങ്കിലും അതിന് താഴെയുള്ള ഉദ്യോഗസ്ഥന്മാരെയാണെങ്കിലും ആ പ്രക്രിയ നടക്കുന്നതേ ഉള്ളൂ. ഈ ഉദ്യോഗസ്ഥന്മാർക്ക് അഴിമതി നടത്തൂലേ എന്ന് പറയാൻ കഴിയുന്ന സ്ഥിതി ആയിട്ടില്ല. അതിന് ഈ പറഞ്ഞ പോലെ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളുടെ 6 മാസ കാലാവധിയിലെ ചില കാര്യങ്ങൾ കടന്ന് 1 കൊല്ലത്തോളം വരുമ്പോൾ മാത്രമേ നമുക്ക് അഴിമതിയെ സംബന്ധിച്ച് യഥാർത്ഥത്തിൽ വിലയിരുത്താൻ കഴിയുകയുള്ളൂ. ഇന്നിപ്പോൾ ഇവിടെ സജീവ് ഇപ്പോൾ പറഞ്ഞല്ലോ, സ്ക്രോളിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നു. LDF-ൻ്റെ ഭരണകാലത്തിരുന്ന അതേ ഉദ്യോഗസ്ഥൻ UDF-ൻ്റെ ഭരണകാലത്തിരുന്നു. അതേ ഉദ്യോഗസ്ഥനെ കുറിച്ചുള്ള അന്വേഷണങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ ഈ ചാനലിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അന്വേഷണം നടത്തട്ടെ. അഴിമതി നടത്തിയിട്ടുണ്ടെങ്കിൽ അന്വേഷണം നടക്കട്ടെ. ചാക്ക് രാധാകൃഷ്ണന്മാരടക്കമുള്ള ആളുകളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന അന്വേഷണങ്ങളും കൂടിയായി മാറരുത്. ഇടവേളയ്ക്ക് ശേഷം പെട്ടെന്ന് ജോർജ് കുര്യനും റഹീമിലേക്കും എത്താം. ശ്രീ ഉഴവൂർ വിജയൻ, ജോർജ് കുര്യൻ താങ്കളുടെ നാട്ടുകാരനാണ്, അയൽവാസിയൊക്കെയാണ്. അദ്ദേഹം പറഞ്ഞ കാതലായ ചില വിമർശനങ്ങൾ ഉൾക്കൊള്ളേണ്ടതില്ല. കാരണം പോലീസ് സംവിധാനത്തിലൊക്കെയുള്ള വീഴ്ച, മാത്രമല്ല കേന്ദ്രം ഭരിക്കുന്നത് അവരാണ്. അതിൻ്റെ ഒരു സൂചന അദ്ദേഹം നേരത്തെ GST-യുടെ കാര്യത്തിലൊക്കെ അദ്ദേഹം സൂചിപ്പിച്ചു. നേട്ടങ്ങൾ അവകാശപ്പെടുമ്പോഴും ഒട്ടനവധി കോട്ടങ്ങൾ ഉണ്ടെന്നാണ് ശ്രീ ജോർജ് കുര്യനും ശരത്ചന്ദ്ര പ്രസാദും ചൂണ്ടിക്കാട്ടുന്നത്. 100 ദിവസമേ ആയുള്ളൂ. അപ്പോൾ കുറവുകളെല്ലാം പരിഹരിച്ചുകൊണ്ട് ഞങ്ങൾ മുമ്പോട്ട് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇപ്പോൾ ലഡുവിൻ്റെ കാര്യം ജോർജ് കുര്യൻ പറഞ്ഞു. ലഡു അങ്ങനെ കൊടുത്താൽ ഞങ്ങളത് വിമർശിക്കും. ഉദ്യോഗസ്ഥന്മാരാരെങ്കിലും വഴിവിട്ട രീതിയിൽ പോയാൽ അതിൽ മാറ്റം ഉണ്ടാവും. അതെല്ലാം തികഞ്ഞ ഗവൺമെൻറ്റാണെന്നൊന്നും ഞങ്ങളിപ്പോൾ അവകാശപ്പെടുന്നില്ലല്ലോ. 100 ദിവസം കൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം ഭംഗിയായി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ പീരിയാനിക്കലച്ചൻ കൃഷിക്കാരെ കുറിച്ച് പറഞ്ഞു. ഞങ്ങളുടെ നേതാവ് ശരത് പവാർ കേന്ദ്ര കൃഷി വകുപ്പ് മന്ത്രിയായിരുന്നപ്പോഴാണ് കുട്ടനാട്. ശ്രീ ഉഴവൂർ വിജയൻ ദയവായി തുടരുക. ഇപ്പോൾ താങ്കളുടെ പാർട്ടിയുടെ തന്നെ മന്ത്രി ശ്രീ AK ശശീന്ദ്രൻ ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ശ്രീ ശശീന്ദ്രൻ, 100-ാം ദിനമാണ്. 100-ാം ദിനത്തിൽ എല്ലാം
എല്ലാം ചെയ്ത കാര്യങ്ങളിലൊക്കെ തൃപ്തി തോന്നുന്നുണ്ടോ? താങ്കളുടെ വകുപ്പുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച കൂടി BJP നേതാവ് ജോർജ് കുര്യൻ ഉന്നയിച്ചതേയുള്ളൂ. അദ്ദേഹം ചർച്ചയിലുണ്ട്. എന്തായാലും താങ്കളുടെ വകുപ്പ് ഏറെ ശ്രദ്ധ നേടിയിരുന്നു, വിവാദങ്ങൾ കൊണ്ടും നല്ല കാര്യങ്ങൾ കൊണ്ടും. എങ്ങനെ തിരിഞ്ഞു നോക്കുന്നു 100 ദിനങ്ങളെ? ശ്രീ AK ശശീന്ദ്രൻ, മിനിസ്റ്റർ കേൾക്കാമെങ്കിൽ. കട്ടായി പോയിരിക്കുന്നത്. പിന്നീട് അദ്ദേഹത്തിലേക്ക് വരാം. ശ്രീ ഉഴവൂർ, തുടരാം. ആ വകുപ്പിൻ്റെ കൂടി വിമർശനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തുടരാം. ഈ ഗതാഗത വകുപ്പ് എന്ന് പറഞ്ഞാൽ നഷ്ടത്തിൽ പോകുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് എന്ന് എല്ലാവർക്കും അറിയാം. അത് ഈ സർക്കാർ വന്നതിന് ശേഷമല്ല, പണ്ടും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ ഈ ഗതാഗത വകുപ്പിനെ ജനകീയമാക്കുന്നതിന്, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു മേഖലയാക്കി മാറ്റുന്നതിന് ഈ ഗതാഗത വകുപ്പിൽ ഒരു ശുദ്ധി കലശം നടത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഗതാഗത വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ സർക്കാരിൻ്റെ എല്ലാവിധ പിന്തുണയുമുണ്ട്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പിന്തുണയുണ്ട്. അദ്ദേഹം വളരെ പക്വതയോടും പാകതയോടും കൂടി ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് പിണറായി വിജയൻ്റെ റേഡിയോ പ്രഭാഷണം നമ്മളെല്ലാം കേട്ടു. എത്ര പക്വതയോടുകൂടി, എത്ര നന്നായി, എത്ര അർത്ഥവത്തായാണ് അദ്ദേഹം ജനങ്ങളോട് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് അദ്ദേഹത്തെ മറ്റ് ജനങ്ങളുടെ മുമ്പിൽ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ജോർജ് കുര്യനെ പോലെയുള്ള ആളുകൾ, അതുപോലെ ശരത്ചന്ദ്ര പ്രസാദിനെ പോലുള്ള ആളുകൾ ഒക്കെ ശ്രമിക്കുന്നുണ്ട്. ഞാൻ അവരെ അതിൽ കുറ്റപ്പെടുത്തുന്നില്ല. രാഷ്ട്രീയമായിട്ട് പ്രതിപക്ഷത്താവുമ്പോൾ അങ്ങനെയൊക്കെ പറയേണ്ടതായി വരും. പക്ഷേ ജോർജ് കുര്യൻ്റെ പാർട്ടി കേന്ദ്രത്തിലിരുന്നു കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ, ഇപ്പോൾ എന്തെല്ലാം വീരവാദമാണ് ആറന്മുള വിമാനത്താവളത്തെക്കുറിച്ച് പറഞ്ഞത്. കുമ്മനം രാജശേഖരൻ പ്രസിഡൻ്റായിട്ട് പോലും കേന്ദ്ര ഗവൺമെൻറ് ആ കാര്യത്തിൽ ഉരുണ്ട് കളിക്കുന്ന നിലപാടല്ലേ സ്വീകരിച്ചത്. ജോർജ് കുര്യന് അതേക്കുറിച്ച് വല്ലതും പറയാനുണ്ടോ? അതുപോലെ അക്രമത്തെക്കുറിച്ച് പറയുന്നു. എല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തലയിൽ, മാർക്സിസ്റ്റുകാരുടെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കുന്നു. എവിടെല്ലാം എത്രയോ കമ്മ്യൂണിസ്റ്റുകാരെ ജാതിയുടെ പേരിൽ കൊലക്കത്തിക്ക് ഇരയാക്കാൻ അവരുടെ പാർട്ടി തയ്യാറായിട്ടുണ്ട്. പിന്നെ അവർക്ക് അക്രമത്തെക്കുറിച്ചും പോലീസിനെ കുറിച്ചും പറയാൻ എന്താണ് അവകാശം? ധാർമ്മികമായി എന്താണ് അവകാശം? മറ്റ് സംസ്ഥാനങ്ങളിൽ, ഗുജറാത്തിലും അതുപോലെ എത്രയോ സ്റ്റേറ്റുകളിൽ അവർ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊന്നും ഇപ്പം ഞാൻ ഈ 100-ാം ദിവസത്തെ ചർച്ചയിലേക്ക് കൊണ്ടുവരുന്നില്ല. അതൊക്കെ ആളുകൾക്ക് അറിയാവുന്ന കാര്യമാണ്. ജാതിയും മതവും പറഞ്ഞ് മനുഷ്യനെ തമ്മിലടിപ്പിക്കുന്ന ആ സ്ഥിതിവിശേഷം ഈ രാജ്യത്തുണ്ടാക്കിയതാരാണ്? അതിനെതിരെ തൻ്റെടമായ നിലപാട് സ്വീകരിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കഴിഞ്ഞു എന്നുള്ളത് കൊണ്ടാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മതന്യൂനപക്ഷങ്ങൾ വമ്പിച്ച രീതിയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പിന്തുണ നൽകിയത്. ഇത്രയും കാലം ദൈവങ്ങളുടെ കാര്യം പറഞ്ഞായിരുന്നു ഞങ്ങളുടെ വോട്ടടിച്ചുകൊണ്ട് പോയത്. ഇപ്പം അതും നടക്കുകയില്ല. ഞങ്ങൾക്ക് എല്ലാ ദൈവങ്ങളോടും ഇഷ്ടമാണ്, ഞങ്ങൾക്ക് എല്ലാ മതങ്ങളോടും ഇഷ്ടമാണ്. പക്ഷേ മതങ്ങളിലാണെങ്കിലും അതുപോലെ ദൈവത്തിൻ്റെ പേര് പറഞ്ഞ് തട്ടിപ്പ് നടത്താൻ ആരെങ്കിലും വന്നാൽ, പിന്നെ ദൈവത്തിൻ്റെ വക്താക്കളായി ചില സുഹൃത്തുക്കൾ BJP-ക്കാർ രംഗത്തിറങ്ങിയിട്ടുണ്ട്. അതൊന്നും ഞങ്ങൾ അംഗീകരിച്ചു കൊടുക്കുന്ന പ്രശ്നമില്ല. ഇവിടെ സുധാകരൻ ദേവസ്വം മന്ത്രിയായിരുന്ന സമയത്താണ് ഏറ്റവും നല്ല ദേവസ്വം ഭരണം നടന്നിട്ടുള്ളത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ അനുഗ്രഹവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ജനങ്ങളുടെ അനുഗ്രഹമുണ്ട്. അതുകൊണ്ട് ഈ 100 ദിവസം കഴിഞ്ഞ് ഇനി ഒന്നുകൂടി ശക്തമായി സഖാവ് പിണറായി വിജയൻ വേറിട്ട ഒരു ശൈലിയിലൂടെ, ഒരു സ്റ്റൈൽ തന്നെ അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി വെട്ടിത്തുടങ്ങും. ഇവിടെ പ്രതീക്ഷ ചൂണ്ടിക്കാണിച്ച പോലെ കൂട്ടിൽ ഒരു തത്തയും ഇനി ഇടുന്നില്ല. കൂട് തന്നെ ഞങ്ങൾ മാറ്റുകയാണ്. തത്തയെ ഞങ്ങൾ സ്വതന്ത്രമായി ഞങ്ങൾ വിടാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ജേക്കബിൻ്റെ നേതൃത്വത്തിൽ, വിജിലൻസ് ഡയറക്ടറുടെ നേതൃത്വത്തിൽ ആ തത്ത എവിടെയൊക്കെ പോയി എന്തെല്ലാം കൊത്തിയെടുക്കേണ്ടതുണ്ടോ അത് ചകഞ്ഞ് ആ കിട്ടേണ്ട അഴിമതി കാർഡ് കൊത്തിയെടുത്തോണ്ട് ആ തത്ത പറന്ന് വന്ന് വിജിലൻസ് ഡയറക്ടറുടെ ശ്രീ ഉഴവൂർ വിജയൻ കൊത്തിക്കൊണ്ട് വരുമ്പോൾ KM മാണി കൂടി കാണും. ഇപ്പോൾ ഉണ്ടായില്ലെന്നിരിക്കാം. ഞാൻ അതിനൊരു പ്രവചനം ഒന്നും നടത്തുന്നില്ല. ഏതായാലും K. ബാബുവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഉപ്പു തിന്നുന്നവൻ
ആ വെള്ളം കുടിക്കും, ഉപ്പുവെള്ളം തന്നെ കുടിക്കും എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. അത് മാണിയാണെങ്കിലും അതുപോലെ മറ്റ് മാണിയെ മാത്രം ഞാൻ കുറ്റം പറയുന്നില്ല, കെ ബാബു അടക്കം അതുപോലെ ഈ ഗവൺമെൻറ്റിലുള്ള മറ്റു മന്ത്രിമാർ എല്ലാവരും തന്നെ അഴിമതിക്കാരാണ്. അതുകൊണ്ട് ജയിലിൻ്റെ വിസ്തൃതി വർദ്ധിപ്പിക്കേണ്ടതായി വരും. പൂജപ്പുരയിൽ ഇടയില്ലാത്ത ഹൗസ്ഫുള്ളായി കാബാലി ചിത്രം ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന ആദ്യത്തെ ദിവസത്തെ ഇടി പോലെ ആയിരിക്കും. അതിലെന്തായാലും ശരത്ചന്ദ്ര പ്രസാദ് കാണില്ലല്ലോ, ശ്രീ ശരത്ചന്ദ്ര പ്രസാദ് കാണില്ലല്ലോ ശ്രീ ഉഴവൂർ. ശരത്ചന്ദ്ര പ്രസാദ് ആള് പാവാണ്. മിനിഞ്ഞാന്ന് ഞങ്ങൾ ഒന്നിച്ചാണ് ഭക്ഷണം കഴിച്ചത്. നല്ല പെരുമാറുന്ന ആളാണ്, യാതൊരു കുഴപ്പമില്ല. അദ്ദേഹത്തിൻ്റെയും മനസ്സ് നമ്മളോടൊപ്പമാണ്. UDF-കാരെല്ലാവരും തന്നെ നമ്മളോടൊപ്പമാണ് ഈ കാര്യത്തിൽ. ഒന്നാമത് എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞ് നമ്മളെ കളിയാക്കി. ആണ്ട് ഇപ്പോൾ UDF എല്ലാം ശരിയായിരിക്കുകയല്ലേ, കഷ്ടമുണ്ട്. ഇനി RSP ഉണ്ട്, DU ഉണ്ട്, അവരും കൂടെ ഇങ്ങോട്ട് പോന്നാൽ കാര്യങ്ങൾ തീർന്നു. പിന്നെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയ്ക്ക് വാക്കൗട്ട് നടത്തണമെങ്കിൽ മറ്റുള്ള ആളുകളെ വാടകയ്ക്കെടുത്ത് അസംബ്ലിയുടെ കവാടത്തിൽ നിർത്തി പുറത്തോട്ടിറങ്ങുമ്പോൾ കൂടെ പ്രകടനമായി പോകാം എന്ന ഒരവസ്ഥയിലാണ് UDF-ന്റെ അവസ്ഥ. എന്തായാലും ശ്രീ ശരത്ചന്ദ്ര പ്രസാദ് പറഞ്ഞത് സരസമാണെങ്കിൽ കൂടിയും അതിലൊരു വസ്തുത, ഇന്ന് കാണുന്ന സെക്രട്ടേറിയറ്റ് ആണോ ശ്രീ ശരത്ചന്ദ്ര പ്രസാദ് കഴിഞ്ഞ 3 മാസം മുമ്പ് കണ്ട സെക്രട്ടേറിയറ്റ് പോലാണോ ഇന്നിപ്പോൾ കടന്നു ചെല്ലുന്ന സെക്രട്ടേറിയറ്റ്? കുത്തഴിഞ്ഞ ഒരു ഭരണക്രമം. ഇവിടെ ഓണാഘോഷത്തെക്കുറിച്ചൊക്കെ ശ്രീ ജോർജ് കുര്യൻ വിമർശിക്കുമ്പോഴും നല്ല സത്തയുണ്ട് എന്ന് പൊതുമധ്യത്തിൽ നിന്ന് വന്ന ഡോക്ടർ മേരി ജോർജിനെ പോലെയുള്ളവർ പറയണമെങ്കിൽ ഇതിലൊക്കെ നമ്മൾ രാഷ്ട്രീയം മാത്രം കാണരുത്, അതിനപ്പുറത്തേക്ക് ചിന്തിക്കേണ്ടേ ശ്രീ ശരത്ചന്ദ്ര പ്രസാദ്? പറഞ്ഞ ശരിയാണ്. സെക്രട്ടേറിയറ്റ് ഇപ്പോൾ വിജനമാണ്, ശരിയാണ്. UDF ഭരണ സമയത്ത് ആളുകൾക്കൊക്കെ സ്വതന്ത്രമായി കടന്നു വരാൻ ആളുകളൊക്കെ വന്ന് കയറി പോകുന്നുണ്ടായിരുന്നു. ഇപ്പോൾ 100 ദിവസമേ കഴിഞ്ഞുള്ളൂ. അത് പിണറായി വിജയൻ്റെ ചിലപ്പോൾ പിണറായി വിജയനെ പേടിച്ചിട്ടായിരിക്കും. പിന്നെ പിണറായി വിജയൻ സാധുവാണെന്നൊക്കെ അറിയുമ്പോൾ പിന്നെ ചിലപ്പോൾ ആൾക്കാരൊക്കെ വന്നു തുടങ്ങുമായിരിക്കും. പക്ഷേ ഞാനീ പറഞ്ഞല്ലോ, നമ്മൾ ഈ പിണറായി വിജയൻ്റെ ഗവൺമെൻറ് എന്ന് പറയുമ്പോൾ പിണറായി വിജയനെ വ്യക്തിപരമായി വിമർശിക്കുകയല്ല, അദ്ദേഹം ഒരു ഗവൺമെൻറ്റിൻ്റെ തലവൻ എന്നുള്ള നിലയിലാണ്. എനിക്കിന്നിപ്പോൾ ഒരു വിഷമമുള്ളത്, ഈ വിവരാവകാശ നിയമത്തെ എന്തുകൊണ്ട് പണ്ട് പൗരസ്വാതന്ത്ര്യത്തെയും വിവരാവകാശ നിയമത്തിനും വേണ്ടിയൊക്കെ ഒരുപാട് ഇപ്പോൾ ശശീന്ദ്രൻ കൂടി ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. വീണ്ടും അദ്ദേഹം ശ്രീ AK ശശീന്ദ്രൻ ടെലിഫോൺ ലൈനിലുണ്ടല്ലോ. താങ്കളുടെ സർക്കാർ ഇന്ന് 100 ദിനം പിന്നിടുകയാണ്. താങ്കളുടെ വകുപ്പ് ഉൾപ്പെടെ ചെയ്ത നല്ല കാര്യങ്ങളിൽ സംതൃപ്തിയുണ്ടോ? താങ്കളുടെ വകുപ്പാണ് വേറെ ശ്രദ്ധേയമാവുകയും വിമർശനങ്ങൾ വിവാദങ്ങളിലൊക്കെ തന്നെ വാർത്തകളിൽ നിറയുകയും ഒക്കെ ചെയ്യുകയും എന്നാൽ നല്ല കാര്യങ്ങൾ ഒട്ടേറെ ചെയ്യുകയും ചെയ്തു. തിരിഞ്ഞു നോക്കുമ്പോൾ എന്ത് തോന്നുന്നു ശ്രീ ശശീന്ദ്രൻ? 100 ദിവസത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ പ്രവർത്തനം പൊതുവെ വിലയിരുത്തിയാൽ പ്രതീക്ഷകൾക്കും ആശകൾക്കും വഴി നൽകുന്ന നല്ലൊരു പാതയിലൂടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയും. തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രം ഉപയോഗിക്കാനുള്ളതല്ല തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോ എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിയ ആദ്യത്തെ ഗവൺമെന്റാണ് സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ്. ട്രാൻസ്പോർട്ട് വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ സംതൃപ്തിയുണ്ട് എന്ന് ഞാൻ അവകാശപ്പെടുകയില്ല. എന്നാൽ ട്രാൻസ്പോർട്ട് വകുപ്പിൽ കാതലായ മാറ്റങ്ങൾ വരുത്തുന്നതിനുള്ള ചില നിർണായകമായ തീരുമാനങ്ങളുമായാണ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത്. SRTCയെ അടിമുടി പരിഷ്കരിക്കുക, ജനങ്ങൾക്ക് മെച്ചപ്പെട്ട യാത്രാ സൗകര്യം നൽകുക, ബസ് സ്റ്റേഷനുകളും ഡിപ്പോകളും കൂടുതൽ മെച്ചപ്പെടുത്തുക തുടങ്ങിയ ഒരു ബൃഹത് പദ്ധതിക്കും ഹരിത ട്രൈബ്യൂണലിന്റെ വിധിയെ തുടർന്നുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി CNG ബസ്സുകൾ സിറ്റികളിൽ ഓടിക്കുന്നതിനാവശ്യമായ നടപടികളും ഇതിനകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. എന്നാലും പ്രത്യേക ഒരു അഭിമാനകരമായ ഒരു മുന്നേറ്റം നടത്താൻ കഴിഞ്ഞു എന്ന് ഞാൻ അവകാശപ്പെടുകയില്ല. കുറച്ച് സമയമെടുത്ത് മാത്രം. എന്തായാലും ശ്രീ AK ശശീന്ദ്രൻ ലഡുവൊക്കെ തിന്ന് അല്ലെങ്കിൽ ലഡു വിതരണം ചെയ്യുന്ന അങ്ങനെയുള്ള ഉദ്യോഗസ്ഥരെയൊക്കെ അതിലേക്കൊന്നും പോകാതെ ബൃഹത് പദ്ധതിയുമായി പഠിച്ച പാഠങ്ങൾ തെറ്റുകളൊക്കെ പഠിച്ച് മുന്നോട്ട് പോയി സമഗ്രമായ എന്ത് പദ്ധതിയാണ് KSRTCയുടെ പുനരുദ്ധാരണം, ട്രാൻസ്പോർട്ട് വകുപ്പിന്റെ ഒക്കെ തന്നെ പുനരുദ്ധാരണത്തിനായി വളരെ ചുരുക്കി ഒരു 20 സെക്കൻഡിൽ മറുപടി നൽകിയാൽ? ഹലോ, പറഞ്ഞോളൂ. അല്ല, ഒന്നാമതായി KSRTCയിൽ വരുത്തേണ്ടത് ഈ വരുമാനം വർദ്ധിപ്പിക്കുകയും ചെലവ് ചുരുക്കുകയുമാണ് KSRTCയുടെ പ്രതിസന്ധിക്ക് പരിഹാരമായി ഒരു മാർഗമായി കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇത് ആകെ സമഗ്രമായി പഠിച്ച് പരിശോധിച്ച് ഗവൺമെന്റിന് റിപ്പോർട്ട് നൽകുന്നതിന് വേണ്ടി ഒരു വിദഗ്ധ കമ്മിറ്റിയെ നിയമിക്കുന്നതിനെ കുറിച്ചുള്ള
ഒരു ധാരണ ഇതിനകം തന്നെ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ നടപടിക്രമങ്ങൾ പുരോഗമിച്ചു വരികയാണ്. എന്നാൽ ദീർഘകാലാടിസ്ഥാനത്തിൽ ചെലവ് ചുരുക്കുക എന്നതിന്റെ ഭാഗമായി ഇന്ധന മേഖലയിൽ ചെലവ് കുറക്കാൻ പര്യാപ്തമായ നടപടി എന്ന നിലയിലാണ് CNG ഉപയോഗിച്ചുകൊണ്ടുള്ള ബസ്സുകൾ ഓടിക്കുന്ന ഒരു നിലപാടിലേക്ക് KSRTC എത്തിച്ചേർന്നില്ല. അങ്ങനെ വന്നാൽ ഇന്ധന ചെലവിൽ ഒരു 40% ലാഭമുണ്ടാക്കാൻ കഴിയും എന്നാണ് കണക്കാക്കുന്നത്. അതേപോലെ തന്നെ ഫ്യൂവൽ എഫിഷ്യൻസി കൂടുന്നത് വഴി കിലോമീറ്റർ ദൈർഘ്യം കൂട്ടാനും കഴിയും. ആ ഇനത്തിൽ ഒരു ചെലവ് ചുരുക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതേപോലെ തന്നെ അതിനുള്ള എല്ലാ നടപടികളും പൂർത്തിയാവുകയും ഈ മാർച്ച് 31 കൂടിയെങ്കിലും ഈ CNG ഉപയോഗിച്ച ബസ്സുകൾ നിരത്തിലിറക്കാൻ കഴിയും എന്നാണ് സമഗ്ര പരിഷ്കരണം തന്നെ 100 ദിനത്തിന് ശേഷം ഉണ്ടാകുമെന്നാണ് അദ്ദേഹം പറയുന്നത്. വളരെ നന്ദി മിനിസ്റ്റർ. ശ്രീ ശരത്ചന്ദ്ര പ്രസാദ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് തുടരുക. താങ്കൾ നമ്മൾ പറഞ്ഞു നിർത്തിയ കാര്യം, സിവിൽ സർവീസിനെ വളരെ ജനങ്ങളുടെ ഇടയിൽ ഒരു വിശ്വാസം, ജനങ്ങൾക്ക് അടിമുടി വിശ്വാസമില്ലാത്ത സാഹചര്യത്തിൽ നിന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ സർക്കാരിന് കഴിഞ്ഞിട്ടില്ലേ? സെക്രട്ടേറിയറ്റിലെ അവസ്ഥ പോലും ഞാൻ ചൂണ്ടിക്കാട്ടിയത് കൊണ്ടാണ്. അല്ല, അങ്ങനെ കഴിഞ്ഞത് പറയാം. അതിനുവേണ്ടി ഒരു പക്ഷേ മുഖ്യമന്ത്രിയുടെ വാക്കുകൾ 100 ദിനത്തിലുള്ള കാഴ്ച. അല്ല, അതെ, മുഖ്യമന്ത്രി 100 ദിവസത്തിനകത്ത് മുഖ്യമന്ത്രി സർക്കാർ ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞ കാര്യങ്ങൾ കേരളത്തിലെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടിയും ജനങ്ങളും എല്ലാവരും കേട്ടതല്ലേ? മുഖ്യമന്ത്രിയുടെ ആഹ്വാനം എത്രത്തോളം അത് ഫലപ്രദമായി നമുക്ക് വരുന്നുവെന്ന് വരും ദിനങ്ങളെ കാണാൻ കഴിയൂ. അദ്ദേഹത്തിൻ്റെ ആ ഒരു ശ്രമം, അദ്ദേഹം പറഞ്ഞ കാര്യം 100 ദിവസം കൊണ്ട് നമുക്കറിയാൻ കഴിയില്ല. അദ്ദേഹം അടുത്ത കാലത്താണ് ആ കാര്യങ്ങൾ പറഞ്ഞത്. സെക്രട്ടേറിയറ്റിൽ ഓണാഘോഷത്തിൻ്റെ കാര്യമാണെങ്കിലും മറ്റാഘോഷങ്ങളുടെ കാര്യത്തിലാണെങ്കിലും, അത് മാത്രമല്ല സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ജോലി ചെയ്യണം, കൃത്യമായി ജോലി ചെയ്യണം. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയോ ഭരണകർത്താക്കളോ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ജോലി ചെയ്യേണ്ട. ഇപ്പോൾ മുഖ്യമന്ത്രി പറയണം ജോലി ചെയ്യണം, പ്രതിപക്ഷ നേതാവ് പറയുമോ ജോലി ചെയ്യേണ്ടത്? അങ്ങനെ പറയില്ല. സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ബ്യൂറോക്രസി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം, ജനങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് തന്നെയാണ്. അദ്ദേഹം അത് പറഞ്ഞുവെങ്കിൽ നല്ല കാര്യം. അത് പ്രാവർത്തികമായി നമുക്ക് കിട്ടുകട്ടെ. സർക്കാർ ഉദ്യോഗസ്ഥന്മാർ അവരുടെയൊക്കെ സ്വഭാവങ്ങൾ കാലങ്ങളായി നമ്മൾ പരിശോധിച്ചാൽ ഒരു ഗവൺമെൻറ് വരുമ്പോൾ ഓടിക്കൂടും. ഒരു 2-3 കൊല്ലം കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ അവരുടെ കാര്യങ്ങൾ നടക്കുന്നില്ല എന്ന് പറയുമ്പോൾ അവർ തിരിച്ചു നിന്ന് വർത്തമാനം പറയും. അങ്ങനെയുള്ള സർക്കാർ ഉദ്യോഗസ്ഥന്മാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പോൾ ഈ ഉദ്യോഗസ്ഥന്മാർ മുഖ്യമന്ത്രിക്ക് എത്രത്തോളം നിലയ്ക്ക് നിർത്താൻ കഴിയും അദ്ദേഹം ശ്രമിക്കട്ടെ, അദ്ദേഹം അത് പറയട്ടെ. പക്ഷേ എനിക്കൊരു ഇത് സുതാര്യമായി ഒരു ഭരണം എന്ന് പറഞ്ഞുകൊണ്ട് അധികാരത്തിൽ വന്ന സുതാര്യമായി ഭരിക്കുന്ന മുഖ്യമന്ത്രി എന്തുകൊണ്ട് പത്രക്കാരെ കാണുന്നില്ല? എന്തുകൊണ്ട് കാണുന്നില്ല? കേരളത്തിന് ഞാൻ പറഞ്ഞിരുന്നോട്ടെ, റഹീമിനെ വിളിച്ചുകളായിരുന്നു. എത്രയോ കാലങ്ങളായി കേരളത്തിലെ VSന്റെ കാലത്തും നയനാരുടെ കാലത്തും മന്ത്രിസഭാ യോഗം തീരുമാനങ്ങൾ ജനങ്ങളോട് പറയുകയാണ്. എന്തുകൊണ്ട് നമ്മുടെ മുഖ്യമന്ത്രി ഇത് പറയുന്നില്ല? അത് മാത്രമല്ല, എനിക്ക് ദക്ഷിണാമൂർത്തിയുടെ മരണത്തിൽ എനിക്ക് ദുഃഖമുണ്ട്. എനിക്ക് അദ്ദേഹത്തെ വളരെ അടുത്ത് പരിചയമില്ലെങ്കിലും അദ്ദേഹത്തെ ബഹുമാനിക്കുന്ന ഒരാളാണ്. നല്ലൊരു പത്രപ്രവർത്തകനാണ്, നല്ലൊരു വ്യക്തിയാണ്. അദ്ദേഹം MLA ആയിരുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ മരണം അകാരണമായി അസമത്വം ഉണ്ടായി. അതിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ഒരു മന്ത്രിസഭയുടെ ഒരു ഗവൺമെൻറ്റിൻ്റെ മുഴുവൻ മുഖം ജനങ്ങളോട് പറയേണ്ട ഒരു അവസരം ഈ 100-ാം ദിവസത്തിൽ അദ്ദേഹം നടത്തേണ്ട പത്രസമ്മേളനം ഉച്ചയ്ക്ക് ശേഷമാണ് കോഴിക്കോട് നടക്കുന്നതെങ്കിൽ രാവിലെ പത്രസമ്മേളനം നടത്താം, അല്ലെങ്കിൽ വൈകിട്ട് ക്രമേശം കഴിഞ്ഞതിന് ശേഷം. 11 മണിക്ക് ശ്രീ പിണറായി വിജയൻ മാധ്യമങ്ങളെ കാണാൻ നിശ്ചയിക്കപ്പെട്ടതാണ്. ഇവിടെ മരണമാണ്, അറിയാമല്ലോ. എന്തു മരണം ഉണ്ടായാലും അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറി ഒന്നും അല്ലല്ലോ മരിച്ചത്. അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ പ്രധാന സഖാവ് തന്നെയാണ് മരിച്ചത്. ഞാൻ സമ്മതിക്കുന്നു. അല്ലല്ല, അതിനെല്ലാം ഡ്യൂ റെസ്പെക്ട് കൊടുക്കുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ ഗവൺമെന്റ് വരുന്ന 5 കൊല്ലക്കാലം ഭരിക്കാൻ പോകുന്ന ഒരു ഗവൺമെന്റിന്റെ തുടക്കം എന്നുള്ള നിലയിൽ അതിന്റെ ലക്ഷണങ്ങൾ പറയുന്ന 100 ദിവസത്തെ കാര്യം പറയാൻ പോലും അദ്ദേഹം മടി കാണിച്ചു. എങ്കിൽ അദ്ദേഹം ഇദ്ദേഹത്തെ 4 മിനിറ്റുള്ള പത്രസമ്മേളനത്തിൽ ഈ റേഡിയോ പ്രഭാഷണത്തിൽ അദ്ദേഹം പറയണമായിരുന്നു, ഞാൻ ഇന്ന് ജനങ്ങളോട് മാധ്യമങ്ങളിൽ കൂടി സംസാരിക്കാനിരുന്നതാണ്, എനിക്കിങ്ങനെ ഇതുണ്ടായതുകൊണ്ട് എനിക്ക് മാധ്യമങ്ങൾ പറയാൻ കഴിഞ്ഞില്ല, അതുകൊണ്ട് ഞാൻ ഇത് ചെയ്യുന്നു. ഇത് നരേന്ദ്രമോദി പറയുന്ന നരേന്ദ്രമോദിയുടെ ഡിറ്റോയെ നരേന്ദ്രമോദി അനുകൂലിക്കുക അദ്ദേഹം ചെയ്യുന്നത് സ്റ്റൈൽ മനനായി എടുക്കാൻ ശ്രമിക്കുന്നത് ശരിയല്ല. ഈ റേഡിയോ ആകുമ്പോൾ ഒരു ഗുണമുണ്ടല്ലോ, അങ്ങോട്ടാരും ചോദ്യം ചോദിക്കില്ല, ഇങ്ങോട്ട് പറയുന്നത് കേട്ടോണ്ടിരിക്കാം. അപ്പോൾ പിന്നെ എല്ലാം ഒരു കാര്യം ചെയ്താൽ മതി, മന്ത്രിസഭാ യോഗ തീരുമാനങ്ങളും റേഡിയോ കൂടി അങ്ങ് പറയട്ടെ. ശ്രീ റഹീം വളരെ വ്യക്തമായ വിമർശനങ്ങൾ തന്നെയാണ്. ഞാൻ അതിലേക്ക് കൂടി വരുന്നുണ്ട്. ധന്യാരാമൻ ആദിവാസി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയായതുകൊണ്ട് നേരത്തെ വന്നതാണ്, അതിലേക്ക് ധന്യയിലേക്ക് വരാൻ കഴിഞ്ഞില്ല. ഈ സർക്കാർ 100 ദിനങ്ങളിൽ നിങ്ങളോട് നീതി പുലർത്തിയോ? പറയാനുള്ള കാര്യം. 100 ദിവസം കൊണ്ട് എന്തായാലും ഒരു സർക്കാരിനെ നമുക്ക് വിലയിരുത്താനായിട്ടില്ല. എന്നിരുന്നാലും വളരെ പോസിറ്റീവായിട്ടാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട്. അതിലെനിക്ക് വ്യക്തിപരമായിട്ട് പറയാനുള്ളത്, ഞാൻ ഈ 5 കൊല്ലം കൊണ്ട്
ഒരു 5 വർഷം തന്നെ ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റിൽ അഴിമതി പുറത്തു കൊണ്ടുവരാനായിട്ട് ഞാൻ ഭയങ്കരമായിട്ട് ട്രൈ ചെയ്തു. കാരണം ഒരു ഡോക്യുമെൻറ്റ്സ് പോലും ഇവർ പുറത്തു വരാത്ത രീതിയിലാണ് ഇതിൻ്റെ എല്ലാം പ്രവർത്തനങ്ങൾ. എന്നിട്ട് കഴിഞ്ഞ സർക്കാരിൻ്റെ അവസാനമായപ്പം അന്നത്തെയും കുറച്ച് ഉദ്യോഗസ്ഥർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഡോക്യുമെൻറ്റ്സ് നമ്മൾ പുറത്തു കൊണ്ടുവന്നു. ഈ സർക്കാരിൻ്റെ കാലത്ത് ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റ് ഡെപ്യൂട്ടി ഡയറക്ടറെ ഈ ആദിവാസി കുഞ്ഞുങ്ങൾക്ക്, അതായത് ഗർഭിണിയായ അമ്മമാർക്ക് മാസം 1000 രൂപ പാൽപ്പൊടി മേടിക്കാൻ കൊടുക്കുന്ന പൈസ 30 ലക്ഷം രൂപ ആ പ്രേമാനന്ദ് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ എടുത്തു. അത് പുറത്തു കൊണ്ടുവന്ന് ഡിപ്പാർട്ട്മെൻറ്റിൽ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു ഡെപ്യൂട്ടി ഡയറക്ടറെ ഡിപ്പാർട്ട്മെൻറ്റിൽ ടെർമിനേറ്റ് ചെയ്യാനുള്ള മുഴുവൻ സപ്പോർട്ടും തന്നത് ഈ സർക്കാരാണ്. ഈ സർക്കാരിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരാണ്. ഇപ്പോഴാണത് നടന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ ഇപ്പം AK ബാലൻ മിനിസ്റ്റർ ആയാലും ഞങ്ങളുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ വേഡു ആയാലും ഞങ്ങളുടെ SC/ST ഡയറക്ടർമാർ, ST ഡിപ്പാർട്ട്മെൻറ്റ് ഡയറക്ടർ IFS ഉദ്യോഗസ്ഥനാണ്. കാലാകാലങ്ങളായി IAS ഇരുന്ന് കളിച്ച ഒരു സീറ്റാണത്. പക്ഷേ ഇപ്പോൾ IFS ഉദ്യോഗസ്ഥൻ ഞങ്ങൾക്ക് ഡിപ്പാർട്ട്മെൻറ്റ് തലത്തുനിന്ന് ഞങ്ങൾക്ക് വളരെയധികം അനുകൂലമായി നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഏറ്റവും വലിയ സൈനാണല്ലോ ഈ അഴിമതി തൂത്തെറിയാനുള്ള, ഞങ്ങളുടേതായാലും മറ്റ് ഇടങ്ങളിലേതായാലും അഴിമതി തൂത്തെറിയാനുള്ള വിജിലൻസ് റെയ്ഡും കാര്യങ്ങളൊക്കെ നന്നായി നടക്കുന്നുണ്ട്. മറ്റൊന്ന് ഭൂമിയുടെ കാര്യത്തിൽ, ഭൂമിയാണ് നിങ്ങൾക്ക് അവകാശപ്പെട്ട ഭൂമി, പിന്നെ ഭവനം, ഇക്കാര്യത്തിലൊക്കെ നല്ല സൂചനകൾ തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഞാൻ രാഷ്ട്രീയപരമായിട്ട് എനിക്ക് MV ഗോവിന്ദൻ മാസ്റ്റർ അടുത്ത് വളരെ അടുപ്പാണ്. ഇപ്പോൾ ഗോവിന്ദ മാസ്റ്റർ അടുത്ത് ഞാൻ ഇത്തരം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാറുണ്ട്. അപ്പോൾ ഗോവിന്ദ മാസ്റ്ററാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഭൂമി തരും എന്നുള്ള ഒരു ഉറപ്പ് തന്നെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഞാനപ്പോൾ സാറിൻ്റെ അടുത്ത് പറഞ്ഞു, ഇവിടെ രാജമാണിക്യം കമ്മീഷൻ ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് 50,000 ഏക്കർ ഭൂമിയാണ് വിദേശ കമ്പനികളുടെ കയ്യിൽ അനധികൃതമായിട്ട് ഇരിക്കുന്നത്. ആ ഭൂമി അത് തിരിച്ചു പിടിക്കാനും, അതുപോലെ തന്നെ 53% സർവേ മാത്രമേ 1967 ശേഷം നടന്നിട്ടുള്ളൂ മിച്ച ഭൂമി കണ്ടെത്തേണ്ടത്. ആ മിച്ച ഭൂമി കണ്ടെത്തിയാൽ മാത്രമേ ഞങ്ങൾക്ക് ഭൂമി കിട്ടുള്ളൂ SC/ST വിഭാഗങ്ങൾക്ക്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ആ സർവേ പൂർത്തിയാക്കി ഞങ്ങൾക്കുള്ള ഭൂമി അനുവദിക്കുക എന്നുള്ളതാണ്. എങ്കിൽ മാത്രമേ ഞങ്ങളുടെ ഒരു 5 തലമുറ ആവുമ്പോഴെങ്കിലും പൊതുസമൂഹത്തോടൊപ്പം ഞങ്ങൾക്ക് എത്താൻ കഴിയുള്ളൂ. ഒരു ഇടവേളയ്ക്ക് ശേഷം ശ്രീ ജോർജ് കുര്യന് വളരെ കാര്യമായി പറയാനുണ്ട്. ഫാദർ തോമസ് പീലിയാനിക്കൽ, ഇവിടെ കൃഷിഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യമാണ് കാർഷിക മേഖല വിലത്തകർച്ചയൊക്കെ. ഈ വിലക്കയറ്റം ഉൾപ്പെടെ തടയുന്നതിന് വേണ്ടി കമ്പോളത്തിൽ ഇടപെടാൻ ഈ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ടോ? VS സുനിൽകുമാറിനെ നേരത്തെ താങ്കൾ ശ്ലാഘിച്ചതായിരുന്നു. കാരണം അദ്ദേഹം നടത്തിയ ഇടപെടലുകൾ. കമ്പോളത്തിൽ ഇടപെടുമ്പോഴാണ് അവിടെ ഉപഭോക്താക്കൾക്ക് ലഭിക്കേണ്ട, കർഷകർക്ക് ലഭിക്കേണ്ട സാഹചര്യങ്ങളുണ്ട്, അവർക്ക് വേണ്ട അർഹമായിട്ടുള്ള വേതന വ്യവസ്ഥകൾ, ഇതൊക്കെ ഏതർത്ഥത്തിൽ ഇവർക്ക് അല്ലെങ്കിൽ ഒരു തുടങ്ങി വെക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഫാദർ? കമ്പോളത്തിലെ ഇടപെടലിൻ്റെ ഒന്നാണല്ലോ നെല്ല് സംഭരണം നേരത്തെ തുടങ്ങിയത്. പക്ഷേ ഇപ്പോഴും നമ്മൾ കേരളത്തിൽ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ വിഷയം കർഷകന് കിട്ടുന്ന വിലയും കമ്പോളത്തിൽ ഉപഭോക്താവ് വാങ്ങുന്ന വിലയും തമ്മിലുള്ള ഭീമമായ അന്തരം, ചൂഷണം, അതിനെക്കുറിച്ച് സമഗ്രമായ ഒരു മാറ്റം ഉണ്ടാവണം, ഒരു പഠനം നടത്തേണ്ടതുണ്ട്. ഈ കർഷകരുടെ സാധനങ്ങൾ കർഷകരുടെ ഉത്തരവാദിത്വത്തിൽ തന്നെ മാർക്കറ്റിൽ എത്തിക്കുന്ന രീതിയിലേക്ക് ഈ നെല്ല് മാത്രമല്ല എല്ലാ ഉൽപ്പന്നങ്ങളും, അത് പിന്നെ മുട്ടയായാലും പച്ചക്കറി ആയാലും വാഴക്കൊല ആയാലും ഏത് സാധനവും വിൽക്കുമ്പം മാർക്കറ്റിൽ ഒരു ഉപഭോക്താവ് വാങ്ങുന്ന അതേ വില അതിൻ്റെ ഒരു കുറേയെങ്കിലും കഴിഞ്ഞ് ബാക്കി കർഷകർക്ക് കിട്ടത്തക്കണം. അതാണ് ഈ ഗവൺമെൻറ് നേരിടാൻ പോകുന്ന വലിയ വെല്ലുവിളി എനിക്ക് തോന്നുന്നു. കാരണം നമ്മൾ ഇതൊക്കെ പറയുമ്പോഴും ഉൽപ്പാദന മേഖല, കാർഷിക മേഖല മുന്നോട്ട് പോകണമെന്ന നിലയിൽ കർഷകർക്ക് ജീവിക്കാൻ ആവശ്യമുള്ള തുക കിട്ടണം. അല്ലെങ്കിൽ അവർ സൈഡ് ബിസിനസ്സായി കൃഷി കൊണ്ടുപോകുന്നവർക്ക് പ്രശ്നമല്ല. പക്ഷെ ഇന്ന് എൻ്റെ അനുഭവത്തിൽ പറഞ്ഞാൽ കൃഷി കൊണ്ട് മാത്രം ഉപജീവനം നടത്തുന്ന ആൾക്കാരാണ് ഇന്ന് ഈ ഒരുപാട് പേരുള്ളത്. പ്രത്യേകിച്ച് നെല്ല്, പച്ചക്കറി, നാളികേരം, റബ്ബർ, ഇവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവിടെ ഉൽപ്പന്നങ്ങൾക്ക് വിറ്റഴിക്കാൻ പറ്റിയ സാഹചര്യമില്ല. അതിനെ വിറ്റഴിച്ചാൽ തന്നെയും വില കിട്ടുന്നില്ല എന്നുള്ളതാണ്. രണ്ടാമത് ഇത് സൂക്ഷിക്കാൻ വേണ്ടിയൊരു സംവിധാനം വേണം. നമ്മുടെ പല സാധനങ്ങളും ഇന്ന് മാർക്കറ്റിൽ എത്തുന്നതിന് മുമ്പ് അത് നഷ്ടപ്പെട്ടു പോകാതെ പെരിഷബിളാണ്. അതിന് എല്ലാ പഞ്ചായത്തും ഗ്രാമങ്ങളിലും അതിനെ സൂക്ഷിച്ച് വെക്കുവാനായിട്ടുള്ള, വില കുറവുള്ള സമയത്ത് സൂക്ഷിച്ച് വെച്ചിട്ട് അതിനെ ഒരു ബാങ്ക് ഗ്യാരണ്ടിയിൽ ഒരു വായ്പ അവർക്ക് കൊടുക്കുക, ഒരു 80% കൊടുത്തിട്ട് നല്ല വിലയുള്ളപ്പോൾ കൊടുക്കുവാനായിട്ടുള്ള ഒരു പോളിസി ഇവിടെ ഉണ്ടാവേണ്ടതുണ്ട്. ഇപ്പോൾ ഞാനിവിടെ താറാവ് കൃഷിക്കാരുടെ കാര്യം പറഞ്ഞാൽ അവഗണിക്കപ്പെട്ട് കിടക്കുന്നതാണ്. ഈ താറാവ് കൃഷിക്കാർ താറാവിനെ അവർ വഴിയറമ്പിൽ വെച്ച് വിൽക്കുന്നുണ്ട്. പക്ഷേ അത് വളരെ അൺഹൈജീനിക് സിറ്റുവേഷനിലാണ് ചെയ്യുന്നത്. അവർക്കൊക്കെ ഇടയ്ക്കൊക്കെ ഇങ്ങനെയുള്ളത് അത് ഡ്രസ്സ് ചെയ്തിട്ട് അത് കോൾഡ് സ്റ്റോറേജ് സൂക്ഷിക്കുവാനും വൃത്തിയായിട്ട് കൊടുക്കുവാനുമുള്ള സംവിധാനങ്ങൾ, ഇങ്ങനെ ചെറിയ ചെറിയ പാവപ്പെട്ട കൃഷിക്കാർ മുതൽ
മുകളിലോട്ടുള്ള എല്ലാവരെയും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു മാർക്കറ്റിംഗ് പോളിസി അതാണ് ഉണ്ടാവേണ്ടത്. ശ്രീ ജോർജ് കുര്യൻ, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചത് സിവിൽ സർവീസിന്റെ ഒക്കെ കാര്യങ്ങൾ ആണ് സൂചിപ്പിച്ചത്. കാർഷിക മേഖല അദ്ദേഹം ഏതായാലും പറഞ്ഞു നിർത്തി. താങ്കൾക്ക് കൂട്ടിച്ചേർക്കാൻ അവസാന ഘട്ടത്തിലേക്ക് പോകുന്നുണ്ട്, കൂട്ടിച്ചേർക്കാൻ കഴിയുന്നത്? അല്ല, അഴിമതിയുടെ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്, ശ്രീ എ കെ ശശീന്ദ്രൻ ഇവിടെ സംസാരിച്ചു. എ കെ ശശീന്ദ്രൻ, അതുപോലെ തന്നെ സുനിൽകുമാർ, ഇവരൊക്കെ തന്നെ നല്ല മന്ത്രിമാരാണ്. എ കെ ശശീന്ദ്രന് ഒരു ലഡു വെച്ച് കൊടുത്തു. അത് അഴിമതിയുടെ ലഡുവാണ്. ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല. അദ്ദേഹത്തിൻ്റെ ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ UDFൻ്റെ കാലഘട്ടത്തിൽ യുവമോർച്ചക്കാരും DYFIക്കാരും ഒക്കെ ഈ ലഡുവിനെതിരെ സമരം ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ സുനിൽകുമാർ, അച്ഛൻ പറഞ്ഞതുപോലെ സുനിൽകുമാർ ഒരു നല്ല മന്ത്രിയാണ്. അദ്ദേഹം ഒരു സത്യസന്ധനായിട്ടുള്ള ഒരു സെക്രട്ടറിയും രാജു നാരായണ സ്വാമിയെ എടുത്തിട്ടുണ്ട്. കാരണം ഇതുപോലെയുള്ള ലഡുകളെ കൊടുക്കും പാർട്ടി എന്ന് പേടിച്ചിട്ടായിരിക്കും. പക്ഷേ എന്തുകൊണ്ടോ സുനിൽകുമാറിന് ഒരു പ്രോത്സാഹനം കിട്ടുന്നില്ല, സപ്പോർട്ട് കിട്ടുന്നില്ല. അത് പല മാധ്യമങ്ങളിലും വന്നതാണ്. അത് സ്വരാജിനെ ദൈവത്തെ ഓർത്ത് പിൻവലിക്കണം. കാരണം സുനിൽകുമാർ അങ്ങനെ പൊങ്ങി പോകുന്ന കാണുമ്പോഴത്തേക്കും സ്വരാജിനെ വിട്ടുകൊടുത്തിരിക്കുകയാണ്. തറ പരിപാടി, മുമ്പേ പറഞ്ഞ പോലെ തരപരിപാടിയായിട്ട് വിട്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അഴിമതിയുടെ കാര്യത്തിൽ അപ്പോൾ നമ്മുടെ ഉഴവൂർ വിജയൻ ഇങ്ങനെ പിണറായി വിജയൻ മഹാനാണ് എന്ന് പറഞ്ഞ അവസരത്തിൽ അദ്ദേഹം നെട്ടലുള്ള മന്ത്രിയാണെന്ന് പറഞ്ഞു. മറ്റ് പാർട്ടിക്കാർ LDFനെ ഒഴിച്ചുള്ളവർക്ക് ഞാനൊന്ന് മാറ്റട്ടെ, ഒരു എല്ല് മാത്രമുള്ള ഒരു മുഖ്യമന്ത്രിയായിട്ടാണ് ഇപ്പോൾ തോന്നുന്നത്. മജ്ഞയും മാംസവും ഹൃദയവും മനസ്സുമുള്ള ഒരു മുഖ്യമന്ത്രിയാണ് താനെന്ന് തെളിയിക്കണമെങ്കിൽ കേരളത്തനിമയെ അംഗീകരിക്കണം. ഇപ്പോൾ ചെകുത്താൻ കുരിശ് കാണുന്ന പോലെയാണ് നിലവിളക്ക് കാണുന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ. ശബരിമലയിലെ കാര്യങ്ങൾ വിശ്വാസികൾ തീരുമാനിക്കട്ടെ. പണം കൊടുത്തിട്ട് കാരണോ വേണോ എന്നുള്ള എല്ല് കാണിച്ചിട്ടാണോ? അതുപോലെ തന്നെ ഈ എന്തിനാ അത്തപ്പ് വിടുന്ന അച്ഛനോട് അതിന്റെ യഥാർത്ഥ മെറിറ്റുകൾ ഉൾക്കൊള്ളണം. മെറിറ്റുകൾ എന്തായാലും ഉൾക്കൊള്ളണം. എന്തായാലും ജോർജ് കുര്യൻ താങ്കൾ 100-ൽ എത്ര മാർക്ക് ഇടുന്നു ഈ സർക്കാരിന്? ഈ സർക്കാരിന് 1.5 മാർക്ക്. യെസ്, 1.5 മാർക്ക് തീർച്ചയായും ജോർജ് കുര്യൻ ഇട്ടത്. എന്തായാലും ശ്രീ റഹീമിലേക്ക് വരികയാണ്. രണ്ടുപേരും പറഞ്ഞ വിമർശനങ്ങളുണ്ട്, അതിന് മറുപടി. എനിക്കത് 1.5 മാർക്ക് RSSന്റെ ശാഖ നിരോധിച്ചത് കൊണ്ടായിരിക്കും ക്ഷേത്രങ്ങളിൽ നിന്ന് കരുതുന്നു ഞാൻ. അല്ല, 1.5 മാർക്ക് അല്ല പറയട്ടെ. അനുവാദം കൊടുക്കുന്നത് അനുവാദം കൊടുത്തിട്ടുണ്ടോ നിങ്ങൾ? ശ്രീ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. അങ്ങ് ഈ മജ്ജയും മാംസവും ഒക്കെ ഉള്ള കാര്യം പറഞ്ഞല്ലോ. അങ്ങ് ആദ്യം അത് മാതൃകയാകും. അടുത്തൊരാൾ ഇരിക്കല്ലേ, ഞാൻ മിണ്ടാതിരിക്കുന്നു, അങ്ങ് പറയുന്നത് കേൾക്കുന്നു, ഞാൻ പറയുന്നു, അങ്ങ് ഒച്ച വയ്ക്കുന്നത്. തുടക്കം മുതൽ അതല്ലേ? അല്ലല്ല, ആദ്യം പറഞ്ഞത് വ്യക്തിപരമായിട്ട് ആക്ഷേപിച്ചപ്പോഴാണ് അതിന്റെ തുടർച്ചയായിട്ട് വന്നത്. ഇപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ. അതല്ല, ഞാൻ അങ്ങനെയൊന്നും പറയരുത്. ഇത് ആൾക്കാർ കണ്ടിരിക്കുകയാണ്. ഇവിടെ വരുന്ന പ്രശ്നം കാതലായി എന്തെങ്കിലും ഒരു പരാമർശം ഇവർക്കൊന്നും വെക്കാനില്ല. എനിക്കൊന്നും അത് അവരുടെ ഐഡിയോളജി ആണോ? ഒരു സ്ട്രാറ്റജി അല്ല, ഞാൻ പറയട്ടെ. നിങ്ങൾ പോസിറ്റീവ് ആണെങ്കിൽ ചർച്ച ചെയ്യണം. അത് പറയാൻ അവസരം തരണ്ടേ? അതിന് പറയാൻ അവസരം തരണ്ടേ? അല്ലല്ല, നിങ്ങൾക്ക് പറഞ്ഞപ്പോഴൊന്നും നിങ്ങൾ പറഞ്ഞില്ല. ഞാനും പറഞ്ഞു, സുനിൽകുമാറിന്റെ കാര്യം ഞാൻ പറഞ്ഞു, കർഷകരുടെ കാര്യം. ഞാനൊരു പ്രതിപക്ഷത്തിന്റെ വക്താവാണ്. എനിക്ക് അവസരം തരുമ്പോൾ നിങ്ങളല്ലേ പറയേണ്ടത്? അല്ല ശരത്ചന്ദ്ര പ്രസാദ്, സുനിൽകുമാറിന്റെ കാര്യം അല്ല പ്രജീഷേ. ഇതിനകത്ത് കാര്യം പറയുമ്പോൾ ഇത് കണ്ടിരിക്കുന്നവർക്ക് ഇത് അരോചകമാണ്. ഞാനിത് ഇതിനകത്തല്ലോ കണ്ടിരിപ്പുണ്ട്. കണ്ടിരിക്കുമ്പോഴൊക്കെ ഞങ്ങളൊക്കെ നോക്കാറുണ്ട്. ഇങ്ങനെ പരസ്പരം ഉച്ചവയ്ക്കേണ്ട കാര്യമുണ്ടോ? അദ്ദേഹത്തിന് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞ് എന്നിലേക്ക് കൂടെ വന്നാൽ പിന്നെ ഞാനല്ലേ പറയേണ്ടത്? പിന്നെ അതിൽ ഇടപെടരുതല്ലോ. എന്നിട്ട് അദ്ദേഹത്തിന് പറയാലോ. 2, ഇതിനകത്ത് ഈ ഏതെങ്കിലും തരത്തിൽ അഴിമതിക്കെതിരായ ഒരു കാര്യം എന്നാൽ ഞാൻ ഇതിൽ വരുന്ന ഒരു ഫാക്റ്റ് പറയുകയാണ്. അഴിമതിക്കെതിരായ കാര്യം ശ്രീ ജോർജ് കുര്യൻ പറഞ്ഞത്, അതോടൊപ്പം തന്നെ ശ്രീ ശരത്ചന്ദ്ര പ്രസാദ് പറഞ്ഞത്, അത് ഏതെങ്കിലും ഒരു മന്ത്രി അഴിമതി നടത്തിയോ ഇല്ലയോ എന്നുള്ളതല്ല, ഒരു സർക്കാരിൻ്റെ അഴിമതിയോടുള്ള സമീപനമാണ്. ആ സമീപനം വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമാണ്. നിങ്ങളെടുത്തത് നേരെ തിരിച്ചാണ്. അഴിമതിക്കെതിരായി ഏതെല്ലാം ഉദ്യോഗസ്ഥർ കർശനമായ നിലപാട് എപ്പോഴൊക്കെ സ്വീകരിച്ചോ അവരെ നിങ്ങൾ വനവാസത്തിന് വിട്ടു. ഞങ്ങൾ അവരെയെല്ലാം ഏതെല്ലാം ഉദ്യോഗസ്ഥരാണോ അതിന് പ്രാപ്തമായത് അവരെ ഞങ്ങൾ ഇരുത്തുന്നു. അത് ഒരുപാട് ഉണ്ട്. ഞാൻ ഓരോരുത്തർ അവസാന ലാപ്പിൽ ഞാൻ സമയമില്ല, ഞാൻ എല്ലാം പറയാൻ ഉദ്ദേശിക്കുന്നില്ല, ഓരോരുത്തരും പേരെടുത്ത് പറയുന്നില്ല. ഇത് മലബാർ സിമൻസ് അഴിമതിയുമായി ബന്ധപ്പെട്ട് പറയേണ്ടടുക്കാണ്. ഓരോ ദിവസവും അഴിമതി സംബന്ധിച്ച് വ്യക്തമായ വിവരങ്ങൾ വരികയാണ്. 2, മന്ത്രിമാരെ നിങ്ങൾ വ്യക്തിപരമായി എടുക്കുകയാണ്. ശ്രീ ജോർജ് കുര്യൻ ഏതായാലും 2 മന്ത്രിമാരെ സംബന്ധിച്ച് ശ്ലാഘിച്ച് പറഞ്ഞത് നല്ല അഭിപ്രായമാണ്. നല്ല അഭിപ്രായം ഞാൻ സ്വാഗതം ചെയ്യുന്നു. പിന്നെ അദ്ദേഹത്തിന് ഏതെങ്കിലും ഒരു തരത്തിൽ ഈ പറയുന്നത് പോലെ വേണ്ടത്ര ഇത് കിട്ടുന്നില്ല. ശ്രീ സുനിൽകുമാർ പോലും അതങ്ങനെ പറയില്ല. ഏതെങ്കിലും CPIയുടെ നേതാവ് പറഞ്ഞിട്ടില്ല. ശ്രീ സ്വരാജിൻ്റെ പേരെന്തിനും ഇവിടെ വലിച്ചഴിച്ചു? ഒരാവശ്യവുമില്ല. ഇതിനൊരു സ്ട്രാറ്റജിയാണ്. ഇതിനൊരു സ്ട്രാറ്റജി വേറൊന്നുമല്ല.
ഈ വിമർശനങ്ങൾ നേരിടാൻ കഴിയാത്തവർ വേറെ വഴിക്ക് പോവാണ്. ഇപ്പോൾ ജോർജ് കുര്യൻ ചർച്ചയുടെ അവസാനം വരെ ശ്വാസം അടക്കി പിടിച്ചിരുന്ന ഒരു കാര്യം എന്ന് പറയും, വലിയ സന്തോഷത്തിലാണ്. പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില നരേന്ദ്രമോദി കൂട്ടിയത് ഇതുവരെ ഞാൻ പറഞ്ഞില്ലല്ലോ, ഇതുവരെ പ്രജീഷ് സൂചിപ്പിച്ചല്ലോ, അല്ല ഞാൻ പറയട്ടെ പറഞ്ഞില്ലല്ലോ എന്നോർത്തിരിക്കുകയാണ്. ഇത് BJP സർക്കാരിൻ്റെ ഏതെങ്കിലും കുഴപ്പങ്ങളോ BJPയുടെ കുഴപ്പങ്ങളോ ഒന്നും പറയാൻ വേണ്ടി ഇടവരരുത്. ഇനി രണ്ടാമതൊരു കാര്യം, സർക്കാരിന് നല്ല കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കാമോ അതിനും സമയം തരരുത്. ഇതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുള്ളത് ജനപക്ഷ ഭരണമാണ്, മതനിരപേക്ഷത ഉയർത്തിപ്പിടിച്ച ഭരണമാണ്. ഞങ്ങൾ പുരോഗമനപരമായ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച നിലപാട് സ്വീകരിക്കും. ഇവിടെ RSSും BJPയും സ്വീകരിക്കുന്ന അപകടകരമായ ഒരു രാഷ്ട്രീയമുണ്ട്. സർവ്വതിനെയും വർഗീയവൽക്കരിക്കാൻ ശ്രമിക്കുകയാണ്, അത്തത്തെ വർഗീയവൽക്കരിക്കുകയാണ്. അത്തത്തിൻ്റെ കാര്യം പറയുമ്പോൾ വെള്ളിയാഴ്ച നമസ്കാരത്തിൻ്റെ കാര്യം പറയുകയാണ്. ഇതൊന്നും ശരിയായ പ്രവണതയല്ല. പൊതുവിൽ നിങ്ങൾ നോക്കൂ, ഇതുമായി ബന്ധപ്പെട്ട് ഓരോ ഫയലിലും ഓരോ ജീവിതമുണ്ട്. മുഖ്യമന്ത്രി പറഞ്ഞു ഉദ്യോഗസ്ഥ കേന്ദ്രങ്ങൾ, ഓഫീസുകൾ കച്ചവട കേന്ദ്രങ്ങളായി മാറരുത്. മൂന്നാമത് പറഞ്ഞു ആഘോഷങ്ങൾ, അത് ഏത് ആഘോഷമാകട്ടെ അത് അവധി ദിവസങ്ങളിലേക്കും അവധി സമയങ്ങളിലേക്കും മാറ്റണം. ഈ മൂന്ന് കാര്യങ്ങളെയും ഒരുമിച്ചെടുക്കാതെ അത്തപ്പൂക്കളവുമായി ബന്ധപ്പെട്ട കാര്യം ഓണാഘോഷവുമായി മാത്രം എടുത്ത് BJP കച്ചവടം ചെയ്യുന്നു. അത് ശരിയല്ല. രണ്ടാമതൊന്ന്, ശബരിമലയിലെ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ VS ഗവൺമെൻറ് കാലഘട്ടത്തിൽ തന്നെ വ്യക്തമായൊരു നിലപാട് സ്വീകരിച്ചതാണ്. ആ നിലപാടാണ് ഇപ്പോഴും തുടരുന്നത്. അതിനെ സംബന്ധിച്ച് BJPക്കുമുണ്ടല്ലോ നിലപാട്, RSSൻ്റെ നിലപാട് യഥാർത്ഥത്തിൽ അതല്ലേ, സ്ത്രീ പ്രവേശനം വേണമെന്നല്ലേ. ഇവിടെ അക്കാര്യത്തിലും ഹിന്ദു വിരുദ്ധ സർക്കാരാണ് എന്നാണ് ആകെ 100 ദിവസത്തിനിടയിൽ BJPക്ക് ആകെ. ഇതൊക്കെ ഈ 100 ദിവസത്തിനകം എന്തായാലും നിർണ്ണയിക്കാനും വിവക്ഷിക്കാനും ഇട വന്നതുകൊണ്ട് ഇതിൽ നിന്നൊക്കെ ഒരു ചില നല്ല അല്ലെങ്കിൽ തെറ്റായ വശങ്ങളെയൊക്കെ തന്നെ ഉൾക്കൊള്ളുന്നുമുണ്ട്. അല്ല, ഇതിനകത്ത് തെറ്റായ വശങ്ങളല്ല. ഞങ്ങൾ ഇപ്പോൾ അമാനുഷിക ശക്തിയുള്ള ആൾക്കാരൊന്നും അല്ലല്ലോ. ഇത് നമ്മുടെ ഒരു സിസ്റ്റമുണ്ട്, ഇതൊരു ഫെഡറൽ സംവിധാനമാണ്. കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങളെല്ലാം സ്വാഭാവികമായി സ്വാധീനിക്കും. ഇതിന് മുമ്പ് ഗവൺമെൻറ് വരുത്തി വെച്ച ഒരുപാട് കെണികളുണ്ട്. ഇതിനിടയിൽ നിന്നുകൊണ്ട് ഇച്ഛാശക്തിയോടെ ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. ഞാനതിൽ വളരെ പ്രധാനമായി പറയുന്നു, മതനിരപേക്ഷം, അഴിമതിരഹിതം, വികസിത കേരളം. ഇതായിരുന്നു ഞങ്ങളുടെ കാതൽ മുന്നോട്ട് വെച്ചത്. അഴിമതിക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നു. ധന്യരാമനെല്ലാം തന്നെ സംബന്ധിച്ച് ഇവിടെ പറഞ്ഞതാണ്. 2, ഇവിടെ അതോടൊപ്പം തന്നെ ജനപക്ഷ ഭരണം, മതനിരപേക്ഷ ഭരണം, വർഗീയതക്കെതിരെ ശക്തമായ നിലപാട്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, കേരള നിയമസഭയ്ക്കുള്ളിൽ പോപ്പുലർ ഫ്രണ്ട് എന്ന പ്രസ്ഥാനത്തെ സംബന്ധിച്ച് ഇത്രയും വെട്ടിത്തുറന്ന അഭിപ്രായം പറഞ്ഞ വേറൊരു മുഖ്യമന്ത്രിയെക്കുറിച്ച് പറയാമോ? ഇവർ ഹിന്ദു വിരുദ്ധ സർക്കാർ എന്നാണല്ലോ ഇപ്പോൾ ബ്രാൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, പിണറായി വിജയൻ പോപ്പുലർ ഫ്രണ്ട് എന്ന സംഘടനയെ ഈ പറയുന്ന കുറിച്ച് നടത്തിയ ശക്തമായ പരാമർശം, അതിന് തത്തുല്യമായൊരു പരാമർശം പോപ്പുലർ ഫ്രണ്ടിനെ കുറിച്ചോ മുസ്ലിം മത തീവ്രവാദത്തെക്കുറിച്ചോ കേരളത്തിലെ UDFൻ്റെ ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രി നടത്തിയാൽ കാണിക്കാൻ പറ്റുമോ? കാണിക്കാൻ പറ്റില്ലല്ലോ. ഇവിടെ വരുമ്പോൾ തിരിച്ചിപ്പുറത്ത് ക്ഷേത്രങ്ങൾ ആയുധപ്പുരകളായി മാറരുത്. ക്ഷേത്രങ്ങൾക്കകത്ത് ക്ഷേത്രാചാരങ്ങളുമായി RSSൻ്റെ ശാഖയ്ക്ക് ബന്ധമില്ല. ആ ക്ഷേത്രങ്ങളിലെ വിശ്വാസികൾക്കും വിശ്വാസികൾ പിന്തുടരുന്ന ഹൈന്ദവ വിശ്വാസങ്ങൾക്കുമാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. അവിടെയാണ് ഇടതുപക്ഷ ജനാധിപത്യം വേണ്ടി ശക്തമായ നിലപാട് സ്വീകരിക്കുന്നത്. 2 കാര്യം പറയുന്നു. ഒന്ന്, ദേവസ്വം ബോർഡിൻ്റെ നിയമനങ്ങൾ PSCക്ക് വിടാൻ തീരുമാനിക്കുന്നു. സർവകലാശാല നിയമനങ്ങൾ PSCക്ക് നേരത്തെ തന്നെ വിട്ടതിനെ ഞങ്ങൾ അതിന് മുമ്പ് പ്രഥമ മന്ത്രിസഭാ യോഗത്തിന് തീരുമാനം. ഇവർ പൂഴ്ത്തിവെച്ചിരുന്ന മുഴുവൻ നിയമന നിരോധനം അവസാനിപ്പിക്കുന്നു, എല്ലാ അഡ്വൈസ് മെമ്മോ കൊടുക്കുന്നു. ഇങ്ങനെ ഓരോ മേഖലയിലും കശുവണ്ടി ഫാക്ടറികൾ തുറക്കുന്നു, കയർ ഫാക്ടറികൾ തുറക്കുന്നു. എല്ലാ മേഖലയിലും ഇതൊരു 100 ദിവസത്തെ ഒരു മാജിക്കൽ ഇൻഫ്ലുവൻസ് നമുക്ക് കാണാനാകും. പക്ഷേ മാജിക്കുകൾ ഇനിയും കാണാം. അതായത് ഇടതുപക്ഷ ഇതൊരു ട്രെൻഡായി 100 ദിവസം ഒരു സർക്കാരിനെ സംബന്ധിക്കുന്ന ട്രെൻഡാണ്. ആ ട്രെൻഡ് അഴിമതി വിരുദ്ധമാണ്, ജനപക്ഷമാണ്, മതേതര മുഖമുള്ളതാണ്. വേറൊന്നുമില്ല, ഞാൻ ഇന്നലെ 2 ദിവസത്തിന് മുമ്പ് കൈരളി ചാനലിലെ ചർച്ചയിൽ പങ്കെടുത്ത് കുറെ കാര്യങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് അതൊന്നും ഞാൻ ആവർത്തിക്കാത്തതാണ്. മാപ്പ് പറയുന്ന DGPയുള്ള ആഭ്യന്തര വകുപ്പിന്റെയും പുസ്തകമില്ലാത്ത കുട്ടികൾ പഠിക്കുന്ന സാങ്കേതിക മേഖല തകർന്നുകൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ വകുപ്പിൻ്റെയും അടക്കമുള്ളതിനെക്കുറിച്ച് നമുക്ക് മാർക്കിടാൻ കഴിയില്ല. ഇവിടെ പറഞ്ഞതുപോലെ മിടുക്കനായ സുനിൽകുമാറിനോ കഠിനാധ്വാനിയായ AK ശശീന്ദ്രനോ വേണ്ടി വല്ല മാർക്കിടാമില്ല. അത് മാത്രമല്ല, അത് വേണ്ടി വന്നാൽ കടകംപള്ളി സുരേന്ദ്രൻ ഈ ഡ്രില്ലുകൾ അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നലെ 2 മാർക്ക് കൊടുത്തതാണ്. അപ്പൊ അതെല്ലാം കൂടി 3 പേർക്കും കൂടെ ചേർത്ത 2 മാർക്കിൽ തന്നെ ഇപ്പോഴും സജീവനിലേക്ക് പോകാൻ കഴിയുന്നില്ല. ദിവസത്തെ ഭരണം
യെസ്, എന്തായാലും 100ാം ദിനത്തിന്റെ നിറവിലാണ് LDF സർക്കാർ. 5 വർഷം കൊണ്ട് കേരളത്തെ ഏത് രീതിയിലേക്ക് കൊണ്ടുപോകുമെന്ന പ്രഖ്യാപനം മുഖ്യമന്ത്രി അല്പസമയം മുമ്പ് നടത്തുകയുണ്ടായി. ചർച്ചയിൽ പങ്കുചേർന്ന ശരത്ചന്ദ്ര പ്രസാദ്, A. റഹീം, ജോർജ് കുര്യൻ, ധന്യാരാമൻ, ഫാദർ തോമസ് പീലിയാനിക്കൽ, S. സജീവൻ, ഉഴവൂർ വിജയൻ നന്ദി അറിയിക്കുന്നു. ടെലിഫോണിൽ പ്രതികരിച്ച തോമസ് ഐസക്കും ഒപ്പം AK ശശീന്ദ്രൻ.